السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹായ ഒരു അമലായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞതുപോലെ ദുനിയാവിൽ ദീനിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നവർ, അവരുടെ കൂടെ ഇരിക്കുന്ന ആരാണെങ്കിലും അവർ ഒരിക്കലും നഷ്ടവാന്മാരിൽ പെട്ടുപോവുകയില്ല. അവരുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇമാം അബൂ ദാവൂദും തിർമിദിയും മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അലാ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഫീനാ ഫഖാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജൂതനസാറാക്കൾ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടുണ്ട്. 72ഓളം കക്ഷികളായി അവർ വേർതിരിഞ്ഞിട്ടുണ്ട്. വഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ 73. എന്റെ ഈ ഉമ്മത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കുകളാണ്. 73 വിഭാഗങ്ങളാകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 72 ഫിന്നാർ വവാഹിദത്തുൻ ഫിൽ ജന്ന. ഈ 73 വിഭാഗങ്ങളിൽ 72 വിഭാഗവും നരകത്തിലാണ്, ഒരൊറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിലും ഹാഫിദ് അൽ ഇറാഖി അദ്ദേഹത്തിന്റെ തഖ്രീജുൽ ഇഹ്യായിലുമൊക്കെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിലൂടെ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന അധ്യാപനം എന്താണ്? ഈ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാവുക തന്നെ ചെയ്യും. ചില ആളുകളൊക്കെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്, ഇത് മുസ്ലിമീങ്ങളാണ്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഭിന്നത, എന്തുകൊണ്ടാണ് ആരും പരസ്പരം യോജിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദര, ഇത് അല്ലാഹുവിന്റെ ഖദറാണ്. ഇതെന്തായാലും സംഭവിച്ചിരിക്കും. അത് സംഭവിക്കുക എന്നുള്ളത് മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഈ ഉമ്മത്ത് എന്തായാലും ഭിന്നിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന കാര്യമാണ്. ചില ആളുകൾ, പ്രത്യേകിച്ച് ചില ബിദ്അത്തിന്റെ ആളുകൾ ഈ ഹദീസിൽ സംശയമുണ്ടാക്കാറുണ്ട്. അവർ പറയും, ഈ ഹദീസ് സ്വഹീഹായി വന്നതല്ല, അതുകൊണ്ടാണ് ഈ ഹദീസ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ സ്വഹീഹാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചത്. അതെന്തായാലും ഭിന്നത സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിനിടയിൽ ഭിന്നതയുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് അന്ന് ഭിന്നതയില്ല, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഒറ്റക്കെട്ടായി അവർ ജീവിക്കുന്ന കാലത്താണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ ഉമ്മത്ത് ഭിന്നിക്കും. അതുകൊണ്ട് ആ ഭിന്നത എന്തായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു ഹദീസിൽ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. എന്റെ സഹോദരങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എന്നും ഹഖിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ഹത്താ യഅ്തിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ അവർ ആ ഹഖിൽ ഉറച്ചു തന്നെ നിൽക്കും.
ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവരോട് ആരൊക്കെ എതിര് നിൽക്കുന്നുവോ, അവരുടെ എതിർപക്ഷത്ത് അവരോട് തർക്കിക്കാൻ, അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരാണ് എന്നുള്ളത് അവർ വകവെക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹക്കിലാണ്, അവർ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം, എന്തായാലും ഈ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാകും. ഈ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്ന ഒരു സമുദായം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ എന്റെ സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ചിന്തിക്കണം. മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഭിന്നതയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെ ഭിന്നിപ്പുണ്ടായാൽ ഓരോരുത്തരും പറയുന്നു ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, എല്ലാവരും മുസ്ലിം സംഘടനകളിൽ എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഇങ്ങനെ ഓരോരുത്തരും ഖുർആനും സുന്നത്തിന്റെയും ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഹക്ക് മനസ്സിലാക്കാൻ എന്താണ് പരിഹാരം, എങ്ങനെയാണ് അതിനുള്ള മാനദണ്ഡം? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ രണ്ട് താബിഈങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അസ്സുലമിയും ഹുജർ ഇബ്നു ഹുജറും റഹിമഹുമുല്ലാഹ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതൈനാക സായിരീന ആയിദീന മുഖ്തബിസീൻ, ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് വന്നത് താങ്കളെ സന്ദർശിക്കാനാണ്. മുഖ്തബിസീൻ, താങ്കളിൽ നിന്ന് ഇൽമു പഠിക്കാൻ, ചില കാര്യങ്ങൾ താങ്കൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് താങ്കൾ പറഞ്ഞു തരണം. മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഇമാമായി നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈന, അതിനുശേഷം നമുക്ക് മുന്നിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫവഅദന മൗഇദതൻ ബലീഗ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നല്ല ഒരു ഉപദേശം നൽകി, അർത്ഥവത്തായ ഉപദേശങ്ങൾ. സഹാബ പറയുന്നു, ദറഫത് മിൻഹൽ ഉയൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. വവജിലത് മിൻഹൽ ഖുലൂബ്, അവിടുത്തെ നസീഹത്തുകൾ കേട്ടപ്പോൾ നമ്മുടെ മനസ്സ് പിടച്ചു. ആ സമയം സദസ്സിലുണ്ടായ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ, പ്രവാചകരെ താങ്കളുടെ ഈ നസീഹത്ത് കേൾക്കുമ്പോൾ താങ്കൾ ഞങ്ങളെ വിട്ടുപിരിയാൻ പോകുന്നതിലേക്കുള്ള സൂചന പോലെയുണ്ട്. അതുകൊണ്ട് ഫമാദാ തഅഹദു ഇലൈന, എന്ത് നസീഹത്താണ്, എന്ത് വസിയത്താണ് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ താങ്കൾക്ക് നൽകാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വസ്സമഇ വസ്സാഅതി വഇൻ അബ്ദൻ ഹബ്ശിയ, നിങ്ങൾക്ക് മേൽ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ ഭരണാധികാരിയായി നിശ്ചയിക്കപ്പെടുന്നത് അടിമയാണെങ്കിൽ പോലും, ഹബശിയായ എത്യോപ്യക്കാരനായ അടിമയാണെങ്കിൽ പോലും അവനെ നിങ്ങൾ അനുസരിക്കണം. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതാണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, സഹാബത്തിനോട് പറയുന്നേ, ഫസയറാ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നല്ല. ഇന്ന് ചില ആളുകൾ ചോദിക്കാറുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്, എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇത്രയും ഭിന്നിപ്പിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചു, ഇനി അതിനുള്ള പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, അതിൽ നിന്നുള്ള ആ ഫിത്നയിൽ നിന്ന്, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകാൻ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീന മിൻ ബഅദി, എന്റെ സഹാബത്ത് പ്രത്യേകിച്ച് ഖുലഫാ ഉർ-റാഷിദീങ്ങൾ അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കുക. ശേഷം അവിടുന്ന് വീണ്ടും പറഞ്ഞു, തമസ്സകൂ ബിഹാ, നിങ്ങളത് കൈകൾ കൊണ്ട് മുറുകെ പിടിക്കണം, കൈകൾ കൊണ്ട് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അത് എളുപ്പമാണെന്ന് കരുതി കൈകൾ കൊണ്ട് പിടിച്ചാൽ മാത്രം പോരാ. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് എന്റെ സുന്നത്ത്, ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ സുന്നത്ത് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ശേഷം ബിദ്അത്തിനെ തൊട്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിപ്പുണ്ടാകുമ്പോൾ, മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യത്യസ്ത കക്ഷികൾ വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് എന്താ? നിങ്ങൾ ശരിയായ മാർഗം മുറുകെ പിടിക്കണം,
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് പറയാണ്, ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇതൊരു ആമുഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു, നേരെയുള്ള ഒരു വര. എന്നിട്ട് പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് അല്ലാഹുവിലേക്കുള്ള ശരിയായ മാർഗം. ഇതാണ് അല്ലാഹുവിലേക്കുള്ള ശരിയായ മാർഗം, അസ്സിറാത്ത് അൽ മുസ്തഖീം. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, വഖത്ത അൻ യമീനിഹി ഖുതൂത, വലതു ഭാഗത്തേക്ക് ധാരാളം വരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. വഖത്ത അൻ ശിമാലിഹി ഖുതൂത, ഇടതു ഭാഗത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഈ വരകൾ, പ്രവാചകൻ വരച്ചിരിക്കുന്ന ഈ വരകൾ അള്ളാഹുവിലേക്ക് എത്തണമെന്ന് വിചാരിച്ച്, ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്ന ഒരുവനെ വഴിതെറ്റിക്കാൻ ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ധാരാളം വഴികളുണ്ട്. അത് കേവലം അടക്കപ്പെട്ട വഴികളല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി സബീലിൻ ശൈത്താൻ, അതിൽ ഓരോരോ വഴികളിലും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ മനഹജിൽ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ വഴികേടിലാക്കാൻ പല ആളുകളും വരും. പലരും പറയും, ഞങ്ങളുടെ ഭാഗത്താണ് ന്യായം, ഞങ്ങൾ പറയുന്നതാണ് ശരിയായ മാർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വരും. ഹുദൈഫ ഇബ്നുൽ യമാനിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അബ്വാബുൻ അലാ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിൽ നിൽക്കുന്ന ദാഇമാർ അവരെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നരക കവാടങ്ങളിൽ, മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, ആ ദാഇമാർ ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ പോയാൽ അവർ എത്തിപ്പെടുന്നത് നരകത്തിലായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഭിന്നിപ്പിനെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു. ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ഭിന്നിപ്പുകൾ ഉണ്ടായാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീന മിൻ ബഅദി, എന്റെയും എന്റെ സഹാബത്തിന്റെയും സുന്നത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കുക. ധാരാളം ഭിന്നിപ്പുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു വിഭാഗം ആരാണ് പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിന്റെ ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം. വേറൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, തറക്തുക്കും അലൽ ബൈളാ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വ്യക്തമായ വഴിയിലാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഞങ്ങൾ ശരിയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരി മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടിയാണ്, നിങ്ങളെ അങ്ങനെ അവ്യക്തമായ ഒരു മാർഗത്തിൽ വിട്ടേച്ചിട്ടല്ല അള്ളാഹുവിന്റെ റസൂൽ പോയത്. തറക്തുക്കും അലൽ ബൈളാ, വ്യക്തമായ മാർഗമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എത്രത്തോളം അത് വ്യക്തമാണ്? ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പകല് പോലെ വെളിച്ചമാണ്, പ്രകാശപൂരിതമാണ്. അതിന്റെ രാത്രിയിൽ അവ്യക്തമാവുകയില്ല ആർക്കും ഒരു കാര്യവും. അതെല്ലാവർക്കും അത് തേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രയും വ്യക്തമായ ഈ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകുന്നത് ആരാണ്? ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നശിക്കാനുള്ളവരല്ലാതെ ആ വഴിയെ തൊട്ട് തെറ്റിപ്പോവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ റിള വേണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് നമുക്കറിയാം, അതിനുള്ള മാർഗം ശരിയായ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതും നമുക്കറിയാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര ആളുകൾ വേണ്ടതുപോലെ പരിശ്രമിക്കാറുണ്ട്? അപ്പൊ നിങ്ങൾ ഒരു കട തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. എവിടെയെങ്കിലും പോയി ഒരു കട നിങ്ങൾ തുടങ്ങുമോ? ഇല്ല. അവിടേക്ക് കച്ചവടക്കാർ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ, ആവശ്യക്കാർ വരുന്നുണ്ടോ, അവിടെ ആളുകൾ വരുമോ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട്, ഈ കോഴ്സ് ഞാൻ ചെയ്താൽ എനിക്ക് എത്രത്തോളം ജോലി സാധ്യതയുണ്ട്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം വരുമ്പോൾ അത് നിസ്സാരമായി കാണുന്ന ആളുകൾ, അത് നിസ്സാരമായി അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ദീൻ വ്യക്തമാണ്, ഒരു സംശയവും ഇതിലില്ല. ലൈലുഹാ കനഹാരിഹ,
അതിന്റെ രാത്രി പകല് പോലെ പ്രകാശപൂരിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഇനിയും ശരിയായ മാർഗത്തിലെത്താത്തവൻ, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാത്തവൻ, അങ്ങനെയുള്ളവൻ നശിച്ചവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ശരിയായ മാർഗം വ്യക്തമാണ്. എന്താണ് ആ മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ. ആകാശങ്ങൾക്കുള്ള സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ഫൈദാ ദഹബത്തിൻ നുജൂം അതസ്സമാഅ മാ തുഅദ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശം നശിക്കും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് സംഭവിക്കും. വഅന അമനത്തുൽ ലി അസ്ഹാബി. എന്റെ സഹാബികൾക്കുള്ള അഭയമാണ് ഞാൻ, എന്റെ സഹാബികൾക്ക് ഞാനാണ് രക്ഷ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിടത്തോളം കാലം സഹാബത്തിനെ ആരും ചീത്ത പറയുകയില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മതി. എന്റെ സമുദായത്തിന്റെ രക്ഷ, അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം സഹാബികളാണ്. എന്റെ ഉമ്മത്തിന്, നമ്മൾക്ക്, നാം ഓരോരുത്തർക്കും രക്ഷപ്പെടാനുള്ള മാർഗം സഹാബികളാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ. സഹാബത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ, സഹാബത്ത് പോയി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ സകല ഫിതനകളും വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ആശയം എന്താ? വിജയിക്കാനുള്ള മാനദണ്ഡം ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നതോടൊപ്പം സഹാബത്തിന്റെ ചര്യ നാം മുറുകെ പിടിക്കണം. സഹാബത്തിന്റെ ചര്യ, അവരെങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിത ചര്യ നാം പഠിക്കണം. അവരെങ്ങനെയാണോ ദീൻ മനസ്സിലാക്കിയത് അത് നാം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി. ഏറ്റവും നല്ല സമുദായം എന്റെ സമുദായമാണ്, എന്റെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും. പിന്നീട് അതിനുശേഷം വരുന്നത്. സുമ്മല്ലദീന യലൂനഹും. പിന്നീട് അതിനുശേഷം വരുന്നത്. ഹാഫിദ് അൻ-നവവി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറഞ്ഞു, അഥവാ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട വിഭാഗത്തിന്റെ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും മൻഹജ് അത് നാം പഠിക്കണം. അവരുടെ മൻഹജ് നാം മുറുകെ പിടിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സലഫിയത്ത് എന്ന് പറയുന്നത്. അവരുടെ മാർഗം, സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാർഗത്തിന് ചുരുക്കത്തിൽ പറയുന്ന പേരാണ് സലഫിയത്ത്. ചില ആളുകൾ കരുതുന്നത് പോലെ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമല്ല, മറിച്ച് ഖുർആൻ, സുന്നത്ത്, ഇത് സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, താബിഈങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതുപോലെ നീ മനസ്സിലാക്കുക. ഒരായത്ത് കേൾക്കുമ്പോൾ, ഇപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് കേൾക്കുമ്പോൾ അതിനെ സലഫുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ നീ മനസ്സിലാക്കുക. അതാണ് സലഫിയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച് അള്ളാഹു ചിരിക്കും എന്ന് നീ കേൾക്കുമ്പോൾ, ആ ചിരി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, സഹാബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ചിരിക്കും. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യമുണ്ടാകും. അല്ല, സലഫുകൾ എങ്ങനെയാണോ ഒരു ആയത്തിനെ, ഒരു ഹദീസിനെ മനസ്സിലാക്കിയത് അങ്ങനെ നീ മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുക? സലഫി മൻഹജ് എന്ന് പറയുക, അല്ലെങ്കിൽ സലഫിയത്ത് എന്ന് പറയുക. ഇപ്പൊ ഒന്നുകൂടി വ്യക്തമാകാൻ പറഞ്ഞാൽ, ശരിയായ ഇസ്ലാം, അതിന്റെ പേരാണ് സലഫിയത്ത്. ശരിയായ ഇസ്ലാമിന്റെ പേരാണ് സലഫിയത്ത്. ഖുർആൻ, സുന്നത്ത്, സഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. താബിഈങ്ങൾ അതുപോലെ തന്നെ സഹാബത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ മൻഹജാണ് ഉദ്ദേശം. അവരിൽപ്പെട്ട ഓരോ വ്യക്തികളല്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു താബിഈക്ക് ചില ആളുകൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം താബിഈങ്ങൾ പാപസുരക്ഷിതരാണ് എന്നാണോ? അവർക്ക് പാപങ്ങൾ സംഭവിക്കില്ല എന്നാണോ? അതല്ലെങ്കിൽ സഹാബത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അവർക്ക് ഒരിക്കലും ഇസ്മത്ത് നമ്മൾ പറയുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ ഫതാവ അൽ മുസ്രിയയിൽ പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിപ്പുറം ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, സഹാബത്തിനാകട്ടെ താബിഈങ്ങൾക്കാവട്ടെ, അവർ പാപത്തിൽ നിന്ന് സുരക്ഷിതരാണെന്ന് പറയുന്നവൻ ളാലാണ്, വഴികെട്ടവനാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ ഫതാവ അൽ മുസ്രിയയിൽ പറയുന്നതായി കാണാം. അപ്പോൾ സലഫുസ് സാലിഹീങ്ങൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മൻഹജ്. അവർ ഖുർആൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവർ മൊത്തത്തിൽ, അവർ ഓരോ വ്യക്തികളിൽ ചില ആളുകൾക്ക് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതല്ലാതെ അവർ മൊത്തത്തിൽ എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയിരുന്നത്, അവരെങ്ങനെയാണ് ഹദീസുകളോട് സമീപിച്ചത്,
ആ മൻഹജ് നമ്മൾ സ്വീകരിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? സലഫിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു മൻഹജ് സ്വീകരിക്കുന്നതിന്റെ വിധി എന്താ? നമ്മൾ ഖുർആൻ മനസ്സിലാക്കുന്ന വിഷയത്തിൽ, ഹദീസ് മനസ്സിലാക്കുന്ന വിഷയത്തിൽ സഹാബത്തിനെയും താബിഈങ്ങളെയും പിൻപറ്റണമെന്ന് പറഞ്ഞു. അതിനാണ് സലഫിയത്ത്, സലഫി മൻഹജ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു മൻഹജ് സഹോദരങ്ങളെ നാം മുറുകെ പിടിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? നമുക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നാണോ? അല്ല, നിർബന്ധമാണ്, ഫർദ് ഐനാണ്. ഓരോരോ മുസ്ലിമും സഹാബത്തും താബിഈങ്ങളും ഖുർആൻ മനസ്സിലാക്കിയതുപോലെ, ദീൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് ഫർദ് ഐനാണ്, നിർബന്ധമായ ബാധ്യതയാണ്. നീ നിസ്കരിക്കൽ നിനക്ക് വാജിബായതുപോലെ, സകാത്ത് കൊടുക്കൽ വാജിബായതുപോലെ നിനക്ക് വ്യക്തിപരമായ ബാധ്യതയാണ് സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കൽ. എന്താണ് തെളിവ്? സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, സൂറത്തുൻ നിസായിൽ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം അതിനോട് മാറി നിൽക്കുന്നവൻ, അഥവാ ആ മാർഗം സ്വീകരിക്കാത്തവൻ. ഒന്നാമത് അല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വിശ്വാസികളുടേതല്ലാത്ത, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം ഏതൊരുവൻ സ്വീകരിക്കുന്നുവോ, നബിയുടെയും മുഅ്മിനീങ്ങളുടെയും, പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആരാണ് മുഅ്മിനീങ്ങൾ? സഹാബികൾ, സഹാബത്താണ്. ആ മുഅ്മിനീങ്ങളുടെ മാർഗം ഏതൊരുവൻ സ്വീകരിക്കാതിരിക്കുന്നുവോ, അല്ലാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവൻ പിന്തിരിഞ്ഞുകൊണ്ട് ഏതൊരു മാർഗത്തിലേക്കാണോ പോകുന്നത് ആ മാർഗത്തിലേക്ക് അവനെ നാം തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അവനെ നരകാഗ്നിയിൽ ഇട്ടുകൊണ്ട് നാം കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വമാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ സലഫു സാലിഹീങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളത്. ചില ആളുകൾ പറയും ഖുർആനും സുന്നത്തും അത് മാത്രം പോരാ, അതിന്റെ കൂടെ അതെങ്ങനെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എന്താ സലഫിയത്ത് എന്ന് മനസ്സിലായില്ലേ? സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ നീ മനസ്സിലാക്കുക. അതിനാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് അതിൽ ഒന്നുമില്ല. സലഫിയത്ത് വളരെ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വളരെ വ്യക്തമായ ഒരു മാർഗമാണ്. ഈ ഒരു വാക്ക്, മുൻഗാമികളെ കുറിച്ച് സലഫുകൾ എന്ന വാക്ക്, നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ സമസ്തക്കാരും മറ്റുമൊക്കെ വിമർശിക്കുമ്പോൾ എന്ന് പറയും അത് ഇബ്നു തൈമിയ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നതാണ്. അല്ല, മുൻഗാമികളെ കുറിച്ച് സലഫുകൾ എന്ന പ്രയോഗം അത് മുൻഗാമികളായ പല പണ്ഡിതന്മാരും, റാഷിദ് ബിൻ സഅദ് റഹിമഹുല്ലാ മുൻഗാമികളെ കുറിച്ച് സലഫ് എന്ന് പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. റാഷിദ് ബിൻ സഅദ് റഹിമഹുല്ലാ മുൻഗാമികളെ കുറിച്ച് പറയുമ്പോൾ സലഫുകൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമാം ദഹബി റഹിമഹുല്ലാ ദാറഖുത്നി റഹിമഹുല്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ തർജമ പറയുമ്പോൾ സിയറു അലാമിൻ നുബലായിൽ പറഞ്ഞു, ഇന്നഹു കാന സലഫിയൻ, അദ്ദേഹം സലഫിയായിരുന്നു. അതുപോലെ തന്നെ ദാറഖുത്നി ഇമാം ദഹബി റഹിമഹുല്ലാ ഇബ്നു അബ്ദുൽ ബർറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വഹുവ സലഫിയുൽ ഇഅ്തിഖാദ് മതീനുദ് ദിയാന, അദ്ദേഹത്തിന്റെ താരീഖുൽ ഇസ്ലാമിൽ അദ്ദേഹം സലഫി അഖീദയുള്ള വ്യക്തിയാണ്. അപ്പോൾ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ ഉപയോഗിച്ചു വന്ന രീതിയാണ് സലഫി എന്ന പദപ്രയോഗം. അവർ സലഫികൾ എന്ന് പറയാറുണ്ട്. അബുൽ മുളഫർ അസ്സമആനി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. സലഫി എന്ന് പറഞ്ഞാൽ മുൻഗാമികളിലേക്ക് ചേർത്ത് പറയുന്നവൻ. അപ്പൊ നമ്മൾ നമ്മെക്കുറിച്ച് സലഫി എന്ന് പറയുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? മുൻഗാമികളുടെ മാർഗം മുറുകെ പിടിക്കുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ. അതാണ് സലഫി എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സലഫി മൻഹജ് സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഫർദ് ഐനാണ്. എന്നാൽ സലഫി എന്ന പേര് സ്വീകരിക്കുന്നതിന്റെ വിധി എന്താ? അവിടെ പണ്ഡിതന്മാർ പറയുന്നു നമുക്ക് ആ പേര് സ്വീകരിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ലാ ഐബ അലാ മൻ അൽഹറ മദ്ഹബ സലഫ് വൻതസബ ഇലൈഹി വഅതസാ ഇലൈഹി. ആരെങ്കിലും സലഫി മദ്ഹബിലേക്ക്, സലഫിയത്തിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ അവനെ ആക്ഷേപിക്കേണ്ടതില്ല, അത് അവനിൽ നിന്ന് സ്വീകരിക്കണം. എന്നാൽ ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം, നാം ജീവിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ സലഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുമെങ്കിൽ, നമ്മൾ പറയുന്ന അഖീദ, നമ്മൾ പറയുന്ന വിഷയം അത് സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുമെങ്കിൽ തൽക്കാലം സലഫി എന്ന് പറയുന്ന പേര് പറയൽ നമുക്ക് വൈകിപ്പിക്കാം. ആ മൻഹജ് സ്വീകരിക്കൽ വാജിബാണ്, ഫർദ് ഐനാണ്.
അതെന്തായാലും സ്വീകരിച്ചേ പറ്റൂ. പക്ഷേ അങ്ങനെ ഒരു പേര് നമ്മൾ പറയുന്നത് കൊണ്ട് ഫിത്നകൾ ഉണ്ടാകുമെങ്കിൽ താൽക്കാലികമായി അത് നീട്ടിവെക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് ഉലമാക്കൾ വിശദീകരിക്കുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം, ദീനിൽപ്പെട്ട പല കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ന പേടിച്ച് അല്ലെങ്കിൽ മഫ്സദയുണ്ടാകുമെന്ന് ഭയന്ന് മാറ്റിവെച്ചിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ സലഫി എന്ന് പറയുന്ന ആ വിളിപ്പേരെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതല്ലാതെ സലഫി മൻഹജ് സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരാൾക്കും ഒഴിവില്ല. അതല്ലാതെ നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് നമ്മൾ പറയാണ് നിങ്ങൾ സലഫി അഖീദയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇസ്ലാമിന്റെ ശരിയായ അഖീദയിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഞാൻ സലഫിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അവരത് സ്വീകരിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ആ പേര് അവരത് ഉൾക്കൊള്ളുന്നത് വരെ വൈകിപ്പിക്കാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്? ഇന്ന് പല ആളുകളും സലഫി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സലഫിയത്ത് എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഖുർആനും ഹദീസൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു യഥാർത്ഥ മുസ്ലിമിനോട് പോയിട്ട് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഫിത്രത്തിലുള്ള സാധാരണക്കാരനായ മുസ്ലിമിനോട് നിങ്ങൾ ചോദിക്കുക, ഖുർആനും സുന്നത്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവൻ പറയും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ. കാരണം അവരാണ് പ്രവാചകനിൽ നിന്ന് കേട്ടവർ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പഠിച്ചവർ. അതുകൊണ്ട് അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിനെ തുടർന്ന് സലഫി എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മെ തൊട്ട് മാറുന്നുവെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് ദഅവത്ത് എത്തിക്കാൻ ആ ഒരു പേര് കുറച്ച് വൈകിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ചില ഭരണകൂടങ്ങളിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ ഔഖാഫ് അശഅരികളായിരിക്കും. നിങ്ങൾ അവിടെ ഒരു ജോലിക്ക് ഇമാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഖുതുബക്ക് വേണ്ടി നിങ്ങളൊരു ജോലി അവിടെ കൊടുത്താൽ നിങ്ങൾ സലഫിയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ദഅവത്ത് പൂർണ്ണമായി അവർ തടയും. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവിടെ സലഫി എന്ന് പറയണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഫ്സദയുണ്ടാകും എന്ന പേടിയിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറഞ്ഞു, മക്കയിലുള്ള കഅബ ഇന്ന് നിലനിൽക്കുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതതുപോലെയല്ല. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും, കഅബയുടെ യഥാർത്ഥ രൂപം ഇന്ന് നമ്മൾ കാണുന്ന രൂപം എന്താണ്? ഒരു സ്ക്വയർ രൂപത്തിലാണ്. കഅബ ശരിക്കും അങ്ങനെയല്ല, മറിച്ച് അവിടെ താഴ്ഭാഗത്തുള്ള ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഭാഗം, അഥവാ ഹസീമിന്റെ ഭാഗം, അത് ശരിക്കും കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതത് ഇന്ന് നമ്മൾ കാണുന്ന കഅബയുടെ രൂപത്തിലല്ല, മറിച്ച് അവിടെ വേറൊരു ചെറിയ ഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ കഅബ ആയിത്തീർന്നത്? മക്കയിലെ കാഫിരീങ്ങൾ കഅബ പുതുക്കി പണിത സമയത്ത് അവർക്ക് സമ്പാദ്യം ആവശ്യത്തിന് മതിയാകാത്തതിനെ തുടർന്ന് അവർ ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ കഅബയുടെ ഒരു ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം മാത്രമാണ് പണിതത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് മക്ക ഫത്ഹിന് ശേഷം പറഞ്ഞു, ഇന്ന് കഅബ നിലനിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതതുപോലെയല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, അലാ തറുദ്ദഹ അലാ ഖവാഇദി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതതുപോലെ എന്തുകൊണ്ടാണ് താങ്കൾ തിരിച്ച് മടക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബി പണിതതുപോലെ എന്തുകൊണ്ടാണ് താങ്കൾ പണിയാത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ ഹിദ്സാനു ഖൗമിക ബിൽ കുഫർ, നിന്റെ സമുദായം, അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഈ സമുദായം, ഈ മക്കയിലെ ആളുകൾ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്, കുഫറിൽ നിന്ന് വിട്ടവരാണ്. ഇപ്പോൾ കഅബയുടെ ഒരു ഭാഗം പൊളിച്ച് അതിനെ പുതുക്കി പണിയുകയാണെങ്കിൽ ഒരു പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചത് എന്ന് അവിടുന്ന് തന്നെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ജനങ്ങൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നതാണ്, കഅബ പൊളിക്കുകയോ അതിന്റെ ഒരു ഭാഗം തകർക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം വന്ന സമയം നിങ്ങൾക്കറിയാം. അങ്ങനെ സംഭവം വളരെ ആളുകൾക്കിടയിൽ സംഭവം പ്രസിദ്ധമായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, മൻ യഅ്ദുർനി മിൻ റജുലിൻ ബലഗനി അദാഹു ഫി അഹ്ലി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ മോശമായി പറഞ്ഞ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടന്നവൻ, അവനിൽ നിന്ന് ആര് പ്രതികാരമെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ചോദിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ആരെയാണ്? അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ. അവനാണ് പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിൽ നിന്ന് ആരാണ് പ്രതികാരം എടുക്കുക എന്ന് ചോദിച്ചു. ഈ സമയം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഖസറജിയാണ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഔസിന്റെ നേതാവാണ്. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പ്രവാചകരെ, ഔസിൽപ്പെട്ട ആരെങ്കിലുമാണ് താങ്കളെ അങ്ങനെ ദ്രോഹിച്ചത് എങ്കിൽ അവനെ ഞാൻ വധിച്ചു കളയാം. ഇനി ഖസ്റജിൽപ്പെട്ട ആരെങ്കിലുമാണ് താങ്കളെ അങ്ങനെ മോശമായി പറഞ്ഞതെങ്കിൽ, താങ്കളുടെ കുടുംബത്തെ മോശമാക്കിയതെങ്കിൽ താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയം ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, സഅദ് ബിൻ മുആദിനോട് പറഞ്ഞു, താങ്കൾക്ക് നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഖസറജിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കാമെന്ന് പറഞ്ഞത് ഔസിന്റെ നേതാവാണ്. ഈ സമയം അവർക്കിടയിൽ, അല്ലെങ്കിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗോത്രത്തോടുള്ള പ്രത്യേക താല്പര്യം വന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, വകാന റജുലൻ സാലിഹൻ വലാകിൻ ഇഹ്തമലത്ഹുൽ ഹമിയ. അദ്ദേഹത്തിന്റെ ഗോത്രത്തിനോടുള്ള താല്പര്യം കാരണത്താൽ അദ്ദേഹം പെട്ടെന്ന് എന്തു പറഞ്ഞു? ഒരിക്കലും ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയം ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് സഅദ് ബിൻ ഉബാദയോട് പറഞ്ഞു, വല്ലാഹി ലനഖ്തുലന്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അവനെ ഞങ്ങൾ വധിക്കുക തന്നെ ചെയ്യും. ഇന്നക മുനാഫിഖുൻ തുജാദിലു അനിൽ മുനാഫിഖീൻ. സഅദ് ബിൻ ഉബാദയോട് പറഞ്ഞു, നീ മുനാഫിഖാണ്, താങ്കൾ മുനാഫിഖാണ്, മുനാഫിഖീങ്ങൾക്ക് വേണ്ടിയാണ് താങ്കൾ വാദിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഔസും ഖസറജും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി, അവർക്കിടയിൽ സംസാരം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി അവരോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ അനങ്ങാതിരുന്നു. ഈ സംഭവത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞവർ സഹാബത്തിൽ നിന്ന് മിസ്തഹും ഹിംനയും അതുപോലെ തന്നെ ഹസ്സാൻ ബിൻ സാബിത്തുമാണ് റളിയല്ലാഹു അൻഹും. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവും. ഈ മൂന്നാളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നടപ്പിലാക്കി. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാട്ടവാർ അടിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞതിന്റെ പേരിൽ. എന്നാൽ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ ആ സമയത്ത് വിട്ടേച്ചു, അവനെ ചാട്ടവാർ അടിച്ചിട്ടില്ല. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ ചാട്ടവാർ അടിച്ചിട്ടില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒഴിവാക്കി. കാരണം അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഔസിൽ ഖസറജിൽ വലിയ സ്ഥാനമുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹത്തെ അടിക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് മഫ്സദയുണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ലഹത്തും മഫ്സദത്തും പരിഗണിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരു സ്ഥലത്ത് നമ്മൾ പോയി സലഫി എന്ന് പറയുന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു താൽക്കാലികമായി കുറച്ചത് വൈകിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതൊരിക്കലും പറയേണ്ട എന്നല്ല, ആ ജനങ്ങൾക്ക് ഹക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. അങ്ങനെ അവർ ഹക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സലഫി എന്ന പേര് നമുക്ക് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. തയ്യിബ്. ഇപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി ചില വിഷയങ്ങൾ. ഒന്നാമതായി, നമ്മൾ സലഫികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ, സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? സലഫി മൻഹജിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് ഖുർആനാണ്. അള്ളാഹു പറഞ്ഞു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. രണ്ടാമത്തേത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. മൂന്നാമത്തേത് ഇജ്മാ ആണ്, നമ്മുടെ മുൻഗാമികളുടെ മാർഗമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ജീവിതത്തിൽ തത്ബീഖ് നമ്മൾ ചെയ്യണം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, മുൻഗാമികളുടെ മാർഗം. സഹാബത്ത് എന്ത് പറഞ്ഞു, താബിഈങ്ങൾ എന്ത് പറഞ്ഞു, അതാണ് സലഫി മൻഹജ്. ഇതൊരു പക്ഷേ ചില ആളുകൾ ചിന്തിക്കും, ഇത് ഇത്രമാത്രം പറയാനൊക്കെ എന്താണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളിവിടെ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് സംഘടനകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവരൊക്കെ ഈ ഒരു ആശയമാണോ അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ അഖീദയിൽ അവർ പാലിക്കുന്നത്? ഇവിടെ പ്രസിദ്ധമായ ഒരു വിഭാഗം, സമസ്ത വിഭാഗം, അവർ അഖീദയിൽ അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാഇറകളാണ്. അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാഇറകളാണ്. സമസ്ത വിഭാഗം അശാഇറകളാണ്. അവരുടെ വിശ്വാസം എന്താണ്? സമസ്തയുടെ വിശ്വാസം എന്താണ്? അല്ലെങ്കിൽ അശാരിയാക്കളുടെ വിശ്വാസം എന്താണ്? അവർ പറയുന്നതനുസരിച്ച് അവർ ബുദ്ധിക്കാണ് നഖലിനേക്കാൾ, ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും സ്ഥാനം നൽകുന്നത്. ഇതൊരു പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ല.
അശഅരിയാക്കൾ അവരുടെ വിശ്വാസമനുസരിച്ച് ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും അവർ സ്ഥാനം നൽകുന്നത് അവരുടെ ബുദ്ധിക്കാണ്. അവരുടെ നേതാവായ ഫഖർ അർ-റാസി അദ്ദേഹത്തിന്റെ കിതാബുൽ മഹ്സൂലിൽ ഖുർആനിനെയും സുന്നത്തിനെയും അതിന്റെ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ. ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് ഫഖർ അർ-റാസി അദ്ദേഹത്തിന്റെ മഹ്സൂലിൽ പറയുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ തഫ്സീറിലും അദ്ദേഹം ഈ ഭാഗം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാന ഒരു വിഭാഗം, സമസ്ത വിഭാഗം, അവർ തന്നെ പറയുന്നു അവർ അശ്അരി അഖീദയിലാണ്. ഈ അശ്അരി അഖീദയിലെ അവർ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവരുടെ മുനാദറകളിലും സംവാദങ്ങളിലും അവർ പറയുന്ന പേരാണ് റാസി പറഞ്ഞു. ഈ റാസിയാണ് പറയുന്നത് ഖുർആനും സുന്നത്തും ബുദ്ധിക്കെതിരായി വരികയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം അപകടം പിടിച്ച വാദമാണ്. ഖുർആനിനെയും സുന്നത്തിനേക്കാൾ നമ്മുടെ ബുദ്ധിക്ക് നാം സ്ഥാനം നൽകുക എന്ന് പറയുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാ, അദ്ദേഹം അശ്അരി മദ്ഹബിലെ പണ്ഡിതനാണ്. അവസാന കാലഘട്ടം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഇല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ആ മദ്ഹബിൽ ഉണ്ടായിരുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹദീസ്, നരകാവകാശികളെ നരകത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കും, നരകം ചോദിക്കും ഹൽ മിൻ മസീദ്, ഇനിയും എനിക്ക് ആളുകളെ വേണം, നരകം നിറക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹു അതിൽ കാല് വെക്കും എന്ന് പറയുന്ന ഹദീസുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നവവി റഹിമഹുല്ലാ അദ്ദേഹം സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ ഇതിനെ കുറിച്ച് പറയുന്നു, ലാ ബുദ്ദ മിൻ സർഫിഹി അൻ ലാഹിരിഹി, അതിന്റെ നമ്മൾ പുറമേയുള്ള അർത്ഥത്തിൽ നിന്ന് അള്ളാഹു കാല് വെക്കും എന്ന് പറയുന്ന അർത്ഥത്തിൽ നിന്ന് അതിനെ നാം മാറ്റണം. എന്നിട്ട് പറയുന്നു, ലിഖിയാമിദ് ദലീലിൽ ഖത്ഈൽ അഖ്ലി അല ഇസ്തിഹാലത്തിൽ ജാരിഹതി അല അല്ലാഹി തആല, നമ്മുടെ തെറ്റാത്ത ഉറപ്പുള്ള ബുദ്ധി നമ്മോട് വിസമ്മതിക്കുന്നു, അള്ളാഹുവിന് ഒരിക്കലും എന്തുണ്ടാവില്ല, അത്തരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടാവുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അറബി ഭാഷയിൽ പറഞ്ഞു തന്നു അള്ളാഹു കാല് വെക്കും. അതിനെ നവവി വിശദീകരിച്ചത് എന്താണ്? നമ്മുടെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് അശാഇറയുടെ അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗം, ഇപ്പോഴാണ് നിങ്ങൾക്ക് സലഫി മൻഹജിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. ഇത്ര വലിയൊരു സമുദായം, ഇത്ര വലിയൊരു കൂട്ടം ആളുകൾ അവർ വിശ്വസിക്കുന്നത് ഖുർആനിനും സുന്നത്തിനേക്കാൾ സ്ഥാനം ബുദ്ധിക്കാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ റാസി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മറുപടിയായി പ്രത്യേകമായി മറ്റുള്ളവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദർഉ തആറുദുൽ അഖൽ എന്ന് പറയുന്ന കിതാബ് രചിച്ചത്. ബുദ്ധിക്കാണ് സ്ഥാനം എന്ന് പറയുന്ന വാദം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ കിതാബിൽ എതിർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, അശാഇറകളുടെ നമ്മുടെ നാട്ടിലുള്ള പ്രധാന വിഭാഗം സമസ്തക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ സ്ഥാപിക്കുന്ന ഒരു ആശയമാണ് ഖബറുൽ ആഹാദ്. ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ ഒരാളിൽ നിന്ന് വന്നിട്ടുണ്ടാകും, ഒരു സഹാബി ഉദ്ധരിച്ചു. ശരിക്ക് മനസ്സിലാക്കണം, ചില ഹദീസുകൾ 2 സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും, ചില ഹദീസുകൾ 3 സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ഖബറുൽ ആഹാദ് എന്ന് പറയുക. ചിലപ്പോൾ 3-ൽ കൂടും. ഹദീസുകൾ പൊതുവെ 2 തരമാണ്. ഒന്ന് ഖബറുൽ ആഹാദ്, മറ്റൊന്ന് മുതവാത്തിർ. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഉദ്ധരിച്ച ഹദീസ്. ആഹാദ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഉദ്ധരിക്കാത്ത ഹദീസ്. അത് 1 ആകാം, 2 ആകാം, 3-ൽ-അധികം ആകാം. 3-ൽ-അധികം എത്രയാണെന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഹദീസുകൾ 2 തരമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ഈ ഹദീസുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് തെളിവാണ്. അപ്പൊ പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അത് പ്രവാചകൻ പറഞ്ഞു. എത്ര സഹാബി ഉദ്ധരിച്ചു? ഒരൊറ്റ സഹാബി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വേറൊരു സഹാബിയും ഉദ്ധരിച്ചിട്ടില്ല. അപ്പോൾ അശാഇറയുടെ മദ്ഹബ് എന്താ? അവരെന്ത് പറയും? അതൊരിക്കലും അഖീദയിൽ നമുക്ക് തെളിവല്ല എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു ഭാഗത്ത് മാത്രമേ അത് നമ്മൾ തെളിവായി സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒരിക്കലും അത് തെളിവല്ല എന്നാണ് ആരുടെ വാദം? അശാഇറകളുടെ വാദം. അഥവാ നമ്മുടെ നാട്ടിൽ നിങ്ങൾ സുന്നി മദ്രസകളിൽ പഠിച്ചവരാണെങ്കിൽ ആ പാഠപുസ്തകങ്ങളിൽ ഞാൻ അടക്കം പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് അഖീദയിൽ 2-ൽ-1 മദ്ഹബ് പിൻപറ്റൽ നിർബന്ധമാണ്. ഒന്നുകിൽ അശഅരിയ അല്ലെങ്കിൽ മാതുരീദിയ. ഈ അശഅരി വിഭാഗമാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ. അവര് പറയുന്ന അഖീദയാണ് ഖബറുൽ ആഹാദ് അഥവാ മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾ അഖീദയിൽ നമുക്ക് തെളിവല്ല എന്ന കാര്യം. ഇതാര പറഞ്ഞ്? റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിൽ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്.
റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിൽ ഈ ഒരു ആശയം പറഞ്ഞതായി നമുക്ക് കാണാം. ഇതൊരിക്കലും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ആശയമാണ്. ബുദ്ധിയെ ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും മുന്തിക്കുക എന്ന ആശയം അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഖബറുൽ ആഹാദ് അഥവാ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ അഖീദയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം ഇത് അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഇത് എന്നാൽ അവരുടെ കിതാബുകളിൽ റാസിയെ പോലെയുള്ളവർ, സനൂസിയെ പോലെയുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ശർഹുൽ അഖീദത്തുൽ കുബ്രയിൽ സനൂസി ഈ വാദം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മോശപ്പെട്ട അഖീദയാണ് അവർ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. എന്നിട്ട് അവർ പറയുന്നു അവർ അഹ്ലുസുന്നയുടെ ആളുകളാണ്. എങ്ങനെയാണ് അവർ അഹ്ലുസുന്നയാവുക? എങ്ങനെയാണ് അവർ യഥാർത്ഥ സുന്നികളാവുക? സുന്നി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്. അവർ പ്രവാചകന്റെ സുന്നത്തിനെ വിഭജിക്കുകയും അതിലൊരു ഭാഗം മാത്രം തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവർ സുന്നികളാവുക? ഇത്രയും പിഴച്ച വാദങ്ങൾ, പ്രവാചകന്റെ സുന്നത്തിനെ തള്ളുന്ന രൂപത്തിലുള്ള വാദങ്ങൾ, അതാണ് അവർ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ അസ്മാഉ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ അവർ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഖബറുൽ ആഹാദിന് തെളിവായി അദ്ദേഹത്തിന്റെ റിസാലയിൽ വളരെ പ്രസിദ്ധമായ ഒരു തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ആവശ്യം വരികയാണെങ്കിൽ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ചു. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. എത്ര ആളുകളെയാണ് അയച്ചത്? ഒരു വ്യക്തിയെ. ചില റിവായത്തുകളിൽ അബൂ മൂസയെയും അയച്ചു എന്നുണ്ട്. പക്ഷെ രണ്ട് ഭാഗത്തേക്കാണ്. ഇനി അവർ രണ്ടുപേരാണെങ്കിൽ തന്നെ അത് ഖബറുൽ ആഹാദാണ്. അവരെന്തിനു വേണ്ടിയാണ് അയച്ചത്? ദീന് പ്രചരിപ്പിക്കാൻ. അവരവിടെ പോയി ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു. ആ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു, അവർ സ്വീകരിച്ചു. ഒരാളുടെ വാക്ക് അഖീദയിൽ തെളിവാവില്ല എങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയച്ചത്? പ്രവാചകൻ മുആദിനോട് പറഞ്ഞത് എന്താ? അവിടെ പോയാൽ അവരെ ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയുക, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം നിസ്കാരം വാജിബാണ് എന്ന വിശ്വാസമാണ് ഒന്നാമത്തേത്, അതിനുശേഷമാണ് പ്രവർത്തനം. ആ കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ അയച്ചു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം മുഖ്തസർ സവാഇഖുൽ മുർസലയിൽ പറയുന്നത്, ഏതൊരു ഫിഖ്ഹി മസ്അലന്റെ കീഴിലും ഒരു അഖീദയുണ്ട്. നിസ്കാരം ഫിഖ്ഹിയായ മസ്അലയാണ്, പക്ഷെ നിസ്കാരം വാജിബാണെന്ന വിശ്വാസം അഖീദയാണ്. സുന്നത്ത് നിസ്കാരം അത് സുന്നത്താണെന്ന വിശ്വാസം അഖീദയാണ്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മുഖ്തസർ സവാഇഖുൽ മുർസലയിൽ പറയുന്നു, ഏതൊരു ഫിഖ്ഹിയായ മസ്അലയുടെ കീഴിലും ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മോശപ്പെട്ട വാദങ്ങൾ വാദിക്കുന്നവർ തീർന്നില്ല. അശഅരി അഖീദയിൽ അവരുടെ ശർഹുൽ ജൗഹറത്തുൽ കുബ്ര, അശ്ശർഹ് അലൽ ജൗഹറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബാജൂരി അദ്ദേഹം പറയുന്നു, കുല്ലു നഫ്സിൻ ഔഹമത് തശ്ബീഹ ഔവിൽഹു ഔ ഫൗവിൽ വറും തൻസീഹ. ഖുർആനിലെ സുന്നത്തിലെ ഓരോരോ വാക്കുകൾ അത് തശ്ബീഹ് നിനക്ക് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തശ്ബീഹ് തോന്നിപ്പിക്കുന്ന വാക്കുകൾ, അതിനെ നീ വ്യാഖ്യാനിക്കുക. ഇത് ഖുർആനിനോടും സുന്നത്തിനോടും കാണിക്കുന്ന അദബുകേടല്ലേ? ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങൾ തശ്ബീഹാണ് എങ്കിൽ അതിനെ നീ വ്യാഖ്യാനിക്കുക. എങ്ങനെയാണ് തശ്ബീഹാവുക? അള്ളാഹുവിന്റെ സംസാരത്തിൽ. അപ്പോൾ അള്ളാഹുവിന്റെ സംസാരത്തിനോട് അദബുകേട് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇവർ ഈ പറയുന്ന വിശ്വാസം അനുസരിച്ച് ഖുർആനിന്റെ പ്രകടമായ ഭാഗം നിങ്ങൾ വിശ്വസിച്ചാൽ, അള്ളാഹു ആകാശത്താണെന്ന് വിശ്വസിച്ചാൽ, അവരുടെ വിശ്വാസപ്രകാരം നിങ്ങൾ കുഫറിലാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങളാണ് അവരെ തക്ഫീർ നടത്തുന്നത്, വഹാബികളാണ് അല്ലെങ്കിൽ സലഫികളാണ് അവരെ ചീത്ത പറയുന്നത് എന്ന് അവർ പറയുന്നു. വാസ്തവത്തിൽ അവരുടെ അഖീദയാണ് ഇത്രയും മോശപ്പെട്ട അഖീദ. ഖുർആനും സുന്നത്തും ബാഹ്യമായി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ഇത്ര വലിയ വിപത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താ? അഹ്ലുസുന്നയുടെ മൻഹജ് നമ്മൾ പഠിക്കുക, സലഫിയത്ത് നമ്മൾ പഠിക്കുക, മൻഹജു സലഫ് നന്നായി നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ പ്രധാന രണ്ട് വിഭാഗങ്ങൾ, സമസ്ത അല്ലെങ്കിൽ രണ്ടിലധികം വിഭാഗങ്ങൾ, അവരുടെ വിശ്വാസമാണ് അശഅരി വിശ്വാസം. ബുദ്ധിക്കാണ് മുൻഗണന ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും. ഹദീസിനെ അവർ തള്ളുന്നു. പ്രകടമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഇനി അടുത്തത് തബ്ലീഗ് ജമാഅത്ത്. നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധമായ ഒരു ജമാഅത്താണ് തബ്ലീഗ് ജമാഅത്ത്. പല ആളുകളും അവരുടെ പ്രകടമായ വേഷങ്ങളും അവരുടെ സംസാരവും ഒക്കെ കേട്ട് വിചാരിക്കാറുണ്ട് അവരാണ് ശരിയായ മാർഗത്തിൽ, സഹാബത്തിനെ പോലെയാണ് അവർ ജീവിക്കുന്നത് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ അഖീദ എന്താ? അവരും ഈ പറയുന്ന അശ്അരി അഖീദയും മാതുരീദി അഖീദയും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അവരെ കുറിച്ച് പറയാറുള്ളത്, ഹഉലാഇ സൂഫിയ്യത്തുൽ അസ്ർ, അവർ യഥാർത്ഥ സൂഫികളാണ്, ഈ കാലഘട്ടത്തിലെ സൂഫികൾ.
സുന്നികൾ വിശ്വസിക്കുന്ന അഖീദ എന്താണോ അത് തന്നെയാണ് ജമാഅത്ത് തബ്ലീഗിന്റെ വിശ്വാസം. സുന്നികൾ പറയുന്ന തരീഖത്തുകൾ, ഷാദുലി തരീഖത്ത്, അതല്ലെങ്കിൽ നക്ഷബന്ദി തരീഖത്ത്, സുഹ്റവർദി തരീഖത്ത്, ചിശ്തി തരീഖത്ത്, ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമാണ്. അതിനു പുറമെ അവർ എത്രയെത്ര ശിർക്കുകളാണ് പ്രചരിപ്പിക്കുന്നത്, എത്രയെത്ര ബിദ്അത്തുകളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇതൊരിക്കലും, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനിത് പറയുമ്പോൾ ചില സഹോദരങ്ങൾ ആദ്യമായി കേൾക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വിമർശിക്കാനായി പറയുന്നതെന്ന് കരുതരുത്. നേരത്തെ അശാഇറയോട് ഞാൻ പറഞ്ഞു, റാസി പറഞ്ഞതാണത്. അതുപോലെ തന്നെ ബാജൂരി പറഞ്ഞ കാര്യമാണ്, ദസൂഖി പറഞ്ഞ കാര്യമാണ്, സനൂസി പറഞ്ഞ കാര്യമാണ്, അവരുടെ ഇമാമുമാർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ജമാഅത്തു തബ്ലീഗ് അവരുടെ പ്രധാന ഗ്രന്ഥം ഏതാ? തബ്ലീഗ് നിസാബ്. പിൽക്കാലഘട്ടത്തിൽ ഫളായിലുൽ അഅമാൽ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് സക്കരിയ അൽ കാന്തലവിയുടെ കിതാബ്. അതിൽ എത്രയെത്ര ഖുറാഫാത്തുകളാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. ഇത്രയും തനിച്ച ഖുറാഫാത്തുകൾ, ഇത്രയും തനിച്ച ശിർക്കുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്നു. അവരുടെ വിശ്വാസം തനി ശിർക്കൻ വിശ്വാസമാണ്. അവർ ഈ പറയുന്ന എല്ലാ തരീഖത്തുകളിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ബാഹ്യമായ വേഷങ്ങൾ കണ്ട് അവർ സലഫിയത്തിലാണ് അല്ലെങ്കിൽ അവർ നല്ല മനഹജിലാണ് എന്നൊരിക്കലും നാം കരുതാൻ പാടില്ല. ഷംസുദ്ദീൻ അൽ അഫ്ഗാനി റഹിമഹുല്ലാഹ് ജുഹൂദ് ഉലമാഇൽ ഹനഫിയ്യ ഫി ഇബ്താലി അഖായിദിൽ ഖുബൂരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഈ കിതാബിൽ തബ്ലീഗ് നിസാബ് എന്ന് പറയുന്ന കിതാബിലുള്ള പിഴവുകൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നത്. മുഹമ്മദ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാന ഒരു മുഖം, പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അവരുടെ പ്രധാന മുഖം ആരാണ്? അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹം അറിയപ്പെട്ടത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാഷ കഴിവുകൊണ്ടാണ്. ഭാഷയിൽ വലിയ കഴിവുള്ള വ്യക്തിയാണ് അബുൽ ഹസൻ അലി നദ്വി. ഈ അബുൽ ഹസൻ അലി നദ്വിയുടെ ഉസ്താദ് ആരാണ്? സലഫിയായ മുഹമ്മദ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ്. ഈ തഖിയുദ്ദീൻ അൽ ഹിലാലി തന്നെ അബുൽ ഹസൻ അലി നദ്വിയുടെ പിഴവുകൾ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ അഖീദ ഫാസിദായ അഖീദയാണ്. ഖുറാഫികൾ, സുന്നികൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെയുള്ള വിശ്വാസമാണ് അബുൽ ഹസൻ അലി നദ്വി അടക്കമുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്ക്. ചില തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയാറുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അന്ന് അവരുടെ കാര്യം വ്യക്തമായിരുന്നില്ല. നിങ്ങൾക്കറിയാം, തബ്ലീഗ് ജമാഅത്ത് അടുത്തുണ്ടായ ഒരു സംഘടനയാണ്. മുഹമ്മദ് ഇല്യാസ് അൽ ഖാന്തലവി ആ ഒരു സംഘടനയുണ്ടാക്കി. ആ സമയത്ത് പണ്ഡിതന്മാർക്ക് അവരുടെ കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല. അന്ന് പണ്ഡിതന്മാർ അവരെ നല്ല രീതിയിൽ പുകഴ്ത്തി. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പുകഴ്ത്തി. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് ആദ്യം മുതൽ തന്നെ അവരെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് സംസാരിച്ചു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആദ്യം പുകഴ്ത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവരെ എതിർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ 73 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് അവർ എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം. എത്രയെത്ര പിഴച്ച വിശ്വാസങ്ങളാണ് അവർക്ക്. അവരെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചില ആളുകൾ പറയും അദ്ദേഹം സൗദി അറേബ്യയിൽ ജാമിയ ഇസ്ലാമിയയുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അവരുടെ കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല. അന്ന് അബുൽ ഹസൻ അലി നദ്വി അവിടെ പോയാൽ അവിടെ കാണിക്കുക നല്ല മുഖമാണ്. അതുകൊണ്ടാണ് സയ്യിദ് താലിബുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കിതാബ് എഴുതിയത് എന്താ? അൽ ഉസ്താദ് അബുൽ ഹസൻ വജ്ഹുൻ ആഖറു മിൻ കിതാബത്തിഹി, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രണ്ടാമത്തെ മുഖം എന്ന് പറഞ്ഞത്. അവിടെ എത്തിയാൽ അവർ വായിക്കുക റിയാദുസ് സാലിഹീൻ, ഇവിടെ നിന്ന് അവർ വായിക്കുക ഫളായിലുൽ അഅമാൽ, ഷിർക്കിന്റെ കിതാബ്. ഫളായിലുൽ ഹജ്ജ്, മുഹമ്മദ് സക്കരിയ കാന്തലവിയുടെ എത്രയെത്ര ഷിർക്കൻ വിശ്വാസങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് ധാരാളം സമയം വേണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ശിർക്കൻ വിശ്വാസങ്ങളുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായി അവർ എഴുതുന്നു, തെറ്റുകളെ നാം എതിർക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഈ ഉമ്മത്തിന്റെ സവിശേഷതയിൽപ്പെട്ടതാണ് തെറ്റുകൾ എതിർക്കുക എന്നുള്ളത്. തബ്ലീഗ് ജമാഅത്ത് പറയുന്നു തെറ്റുകൾ എതിർക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം നമ്മുടെ നാട്ടിലുള്ളത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഖീദ ചർച്ച തന്നെയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്താ? ഇഖ്വാനുൽ മുസ്ലിമൂൻ. അവരിന്നും അവരുടെ പുണ്യപുരുഷന്മാരായി അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ കൊണ്ടുവരുന്നത് ആരെയാണ്? ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാക്കന്മാരെയാണ്. ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്ഥാപകനാര? അഹ്മദ് അസ്സുക്കരി. അന്ന് അവരുടെ നായിബ് ഹസൻ അൽ ബന്ന. അങ്ങനെയാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ ഏകദേശം 100 വർഷം മുമ്പ് സ്ഥാപിതമാകുന്നത്. ഈ ഹസനുൽ ബന്ന യഥാർത്ഥ സൂഫിയായിരുന്നു,
ഷാദുലി തരീഖത്തിൽ ഹസാഫിയ തരീഖത്ത് അനുസരിച്ച് ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഹസനുൽ ബന്ന തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂഫി തരീഖത്ത് അനുസരിച്ച് അദ്ദേഹം ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സഈദ് ഹവ്വ ഇഖ്വാനികളുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ തർബിയത്തുന അർ-റൂഹിയ്യ എന്ന് പറയുന്ന കിതാബിൽ സഈദ് ഹവ്വ പറയുന്നു, ഇന്ന ഇൻദ ജമാഅത്തുൽ ഇഖ്വാൻ ഇഖ്വാനുൽ മുസ്ലിമീനായ നമ്മുടെ അരികിലുണ്ട് ഔറാദൻ വഅസ്കാറൻ സൂഫിയ്യതൻ യജ്തമിഊന അലൈഹ, നമുക്ക് ചില സൂഫിയായ ദിക്റുകളുണ്ട്, ആ ദിക്റുകൾ പറയാൻ ഞങ്ങൾ പരസ്പരം കൂടും. ആരാ പറയുന്നത്? ഇഖ്വാനുൽ മുസ്ലിമൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഖീദ പ്രശ്നമല്ല, അവർക്ക് എപ്പോഴും ഭരണാധികാരികൾ ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് നടക്കലാണ് അവരുടെ ഉദ്ദേശം. എങ്ങനെയെങ്കിലും ഇസ്ലാമിക ഭരണകൂടങ്ങളെ നശിപ്പിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ ഇന്ന് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, അവരോട് നിങ്ങൾ ചോദിക്കുക ഹസനുൽ ബന്നയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരെങ്കിലും കുറ്റം പറയോ? ഇല്ല. ഇത്രയും പിഴച്ച വിശ്വാസം പറയുന്നവരായിരുന്നു ഹസനുൽ ബന്ന. മാത്രമല്ല മൗലിദിന്റെ സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ സദസ്സുകളിൽ ഹസനുൽ ബന്ന പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് അവിടെ വരുന്നു എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പാടാറുണ്ട്, ഹാദൻ നബിയ്യു മഅൽ അഹ്ബാബി ഖദ് ഹദറ വസാമഹൽ കുല്ല ഫീമാ മളാ വജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ കൂടെ ഇതാ വന്നിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം മാപ്പാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഹസനുൽ ബന്ന പാടാറുണ്ട്. ഇതാണ് ഇഖ്വാൻ മുസ്ലിമീന്റെ ഒരു നേതാവ്. അവരെയാണ് ഇന്ന് പുണ്യപുരുഷന്മാരായി കൊണ്ടു നടക്കുന്നത്. അവരുടെ വിശ്വാസം ശരിയായ ശിർക്കൻ വിശ്വാസമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല. ഈ പറയുന്ന അദ്ദേഹം മൗലിദിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളത് ജാബിർ റിസ്ഖ് അദ്ദേഹത്തിന്റെ ഹസനുൽ ബന്ന ബി അഖ്ലാമി തലാമീദി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഷിയാക്കൾ ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിയാണെന്ന് പറയുന്നവർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവെ ചീത്ത പറയുന്നവർ, അവരുമായി നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ വ്യക്തിയാണ് ഹസനുൽ ബന്ന. അവർ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, ബാക്കിയുള്ള വിഷയങ്ങൾ കാരണത്താലൊന്നും നമ്മൾ പരസ്പരം ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അവർ ആയിഷയെ ചീത്ത വിളിച്ചോട്ടെ, ഉമറിനെ കുറ്റം പറഞ്ഞോട്ടെ, അതൊന്നും ഒരു വിഷയമായി ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞതിന്റെ സാരം. ഇത്രയും പിഴച്ച വിശ്വാസത്തിന്റെ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു നേതാവ് സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന് ഖിലാലുൽ ഖുർആനിൽ പറയുന്നു, ഉമ്മത്തുൽ മുസ്ലിമ, മുസ്ലിം സമുദായം ഒന്നടങ്കം മുശ്രിക്കീങ്ങളാണ്, മുർത്തദ്ദീങ്ങളാണ്. അവർ മനാബിറുകളിൽ വെച്ച് മസാജിദുകളിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവർ മുസ്ലിമീങ്ങളല്ല എന്ന് സയ്യിദ് ഖുതുബ് വളരെ വ്യക്തമായി ഖിലാലുൽ ഖുർആനിൽ പറയുന്നു. സയ്യിദ് ഖുതുബിന്റെ കൂടെ ജോലി ചെയ്ത അലി അൽ അഷ്മാവി പറയാണ്, സയ്യിദ് ഖുതുബിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം നിസ്കരിക്കാൻ പോവില്ല. ചോദിച്ചാൽ എന്താ പറയാ? ഹാദിഹി മആബിദ് ജാഹിലിയ്യ, ഇതൊക്കെ ജാഹിലിയ്യ ആരാധനാ കേന്ദ്രങ്ങളാണ്, മസാജിദുകളല്ല എന്ന് സയ്യിദ് ഖുതുബ് പറയാറുണ്ട്. ഇതാണ് അവരുടെ നേതൃത്വത്തിന്റെ അവസ്ഥ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അത്തസ്വീറുൽ ഫന്നി ഫിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറ്റം പറഞ്ഞു. അതുപോലെ തന്നെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ പിതാവ്, അദ്ദേഹത്തെ കുറിച്ച് സയ്യിദ് ഖുതുബ് പറയാണ്, മാ നഫദൽ ഇസ്ലാമു ഇലാ ഖൽബി ദാലിക റജുൽ, അവന്റെ മനസ്സിലേക്ക് ഇസ്ലാം പ്രവേശിച്ചിരുന്നില്ല. പ്രവാചകന്റെ ഭാര്യയുടെ ഉപ്പയെ കുറിച്ച്. അതുപോലെ തന്നെ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ഖിലാലുൽ ഖുർആനിൽ പറയുന്നു. ഇമാം അഹ്മദ് പറയുന്നു, മൻ ഖാല ബിഖൗലി ജഹ്മിൻ ഫിൽ ഖുർആനി ഫഹുവ കാഫിർ, ആരെങ്കിലും ജഹ്മ് ബിൻ സഫ്വാന്റെ വാദം ഖുർആനിൽ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തെ വധിച്ചവരാണ് ഇസ്ലാമിനോട് ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാളും അടുത്തവർ. ഇത് സയ്യിദ് ഖുതുബിന്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കുതുബ് വ ശഖ്സിയാത്ത് എന്ന് പറയുന്ന കിതാബിൽ അവർ വഞ്ചകരാണ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഇത്രയും പിഴച്ച വാദങ്ങളുള്ള വ്യക്തികൾ, അതാണ് സയ്യിദ് ഖുതുബ്. ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമി. എന്നിട്ട് അവരെ പുകഴ്ത്തും, അവരെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ നമ്മൾ പറഞ്ഞല്ലോ, സമസ്ത വിഭാഗം, തബ്ലീഗ് ജമാഅത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ മസ്ജിദിൽ കയറിപ്പോയപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ ധാരാളം ആളുകൾ, പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ സ്ത്രീകൾ, നോക്കുമ്പോൾ അവിടെ ഒരു സംഗീത സദസ്സ് കഴിഞ്ഞ ആളുകൾ ഇറങ്ങുകയാണ് മസ്ജിദിന്റെ അകത്ത്. ഇത്രയും പിഴച്ച ആളുകൾ. എന്നിട്ട് അവർ പറയുന്നതോ മുസ്ലിമീങ്ങൾ അവർ ഭരണാധികാരികളെ താഴെ ഇറക്കണം എന്ന് പറഞ്ഞ് സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ അവർ സംസാരിക്കുകയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ ദീൻ എന്ന് പറയുന്നതൊന്നില്ല. അവർക്ക് അഖീദ ഒരു വിഷയമല്ല. അവരുടെ വിശ്വാസം, അവരുടെ നേതാക്കന്മാർ ഇത്രയും പിഴച്ച വിശ്വാസങ്ങളുള്ളവരാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു
ഇഖ്വാനി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരാൾ സയ്യിദ് ഖുതുബിന് പിഴവ് പറ്റിയെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹസനുൽ ബന്നക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തബ്ലീഗ് ജമാഅത്തിന്റെ ഒരാൾ മുഹമ്മദ് ഇല്യാസ് അൽ കാന്തലവിക്ക് പിഴവ് സംഭവിച്ചെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു പോയ പോലെ എന്ന് പറയുന്ന ആളുകൾ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ഉമ്മയെക്കുറിച്ച്, നമ്മുടെ ഉപ്പയെക്കുറിച്ച് വേണ്ടാത്തൊരു സംസാരം ഒരുവർ നടത്തിയാൽ നമ്മൾ തിരിച്ചു പ്രതികരിക്കാറില്ലേ? അള്ളാഹുവിന്റെ ദീനിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും സഹാബത്തിനെയും ചീത്ത പറയുന്നവർ, ഇമാം അഹ്മദ് ഉസൂൽ സുന്നയിൽ പറയുന്നത് പോലെ സഹാബത്തിനെ ചീത്ത പറയുന്നവൻ മുബ്തദിയാണെന്നതിൽ തർക്കമില്ല, ഇജ്മാഅൻ. ഇത്രയും പിഴച്ചവാദങ്ങൾ പറയുന്നവർ, കുഫറിന്റെ വാദങ്ങൾ പറയുന്നവർ, അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. അറിയാതെ ജമാഅത്ത് ഇസ്ലാമിയിലും മറ്റും ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവരെ നാം ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഖുർആനിനും സുന്നത്തിനും മുത്ലഖായി നമ്മൾ അനുസരിക്കണമെന്ന് പറയും, അഥവാ നിരുപാധികം അനുസരിക്കണം. ഇഖ്വാനി നേതാവായ മഹ്മൂദ് അസ്സബ്ബാഗ് അദ്ദേഹത്തിന്റെ അത്തൻളീമുൽ ഖാസ് ലി ജമാഅത്തിൽ ഇഖ്വാൻ എന്ന കിതാബിൽ പറയുന്നു, ശരിക്കും ചിന്തിക്കുക, ഇന്നലി ഇമാമിന വലി മുർഷിദിന, നമ്മുടെ നേതാവിന്, നമ്മുടെ മുർഷിദിന് അവർക്കുണ്ട് അത്താഅത്തുൽ മുത്ലഖ, നിരുപാധികമായ അനുസരണം. നമുക്ക് ശരീഅത്തിൽ അബൂബക്കറിനെയും ഉമറിനെയും പോലും മുത്ലഖായി അനുസരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അതുള്ളൂ, പറയുന്നത് എന്തും സ്വീകരിക്കേണ്ട രൂപത്തിൽ. എന്നാൽ മഹ്മൂദ് അസ്സബ്ബാഗ് പറയുന്നു, നമ്മുടെ നേതാവിന്, നിങ്ങൾ ഇഖ്വാൻ മുസ്ലിമിനെ പറ്റി പഠിച്ചാൽ അവർക്ക് ഇങ്ങനെ മുർഷിദ് ഉണ്ട്, അൽ മുർഷിദുൽ അവൽ, അൽ മുർഷിദ് സാനി, ഒന്നാമത്തേത് രണ്ടാമത്തേന്ന് പറഞ്ഞു. അതിൽ അവരെ കുറിച്ച് അവരിൽപ്പെട്ട മഹ്മൂദ് അസ്സബ്ബാഗ് പറയുന്നു, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മുത്ലഖായ താഅത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. ഇതാണ് അവരുടെ അവസ്ഥ. ഇത്രയും പിഴച്ച വാദങ്ങളുള്ള ആളുകൾ, പ്രധാനപ്പെട്ട സംഘടനകൾ. ഇനി വ്യക്തികളിലേക്ക് നോക്കിയാൽ ആളുകൾ തെളിവായി പറയുന്നത് എന്തൊക്കെയാണ്? ചില ആളുകൾ പറയും അവരുടെ കൂടെ കുറെ ആളുകളുണ്ട്, അപ്പൊ അവരായിരിക്കും ശരിയായ മനഹജുള്ളവർ. കൂടുതൽ എന്നുള്ളത് ഒരിക്കലും ശരിയായ മനഹജിന്റെ തെളിവല്ല. അള്ളാഹു പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നാശത്തിലാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഈ പറയപ്പെട്ട 4 വിഭാഗം ഒഴികെ. അപ്പോൾ അവരാണ് കുറഞ്ഞ ആളുകൾ. ഇല്ല എന്നതിന് ശേഷം വരുന്നത് കുറവുള്ള ആളുകളായിരിക്കും അറബി ഭാഷയിൽ. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, പ്രവാചകരെ താങ്കൾ ആഗ്രഹിച്ചാലും അധിക ജനങ്ങളും ഇസ്ലാം സ്വീകരിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ, ഇസ്ലാം ആരംഭിച്ചത് ഗരീബായിട്ടാണ്, അപരിചിതനായിട്ടാണ്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മടക്കവും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ധാരാളം ആളുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് സുന്നി പറയുന്നത് കൊണ്ട്, സമസ്തക്കാരൻ പറയുന്നത് കൊണ്ട് അതാണ് ഹഖ് എന്നതില്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഇമാം ലാലഖായി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അൽ ജമാഅതു മാ വാഫഖൽ ഹഖ്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഹഖിനോട് യോജിച്ചതാണ്. വഇൻ കുൻത ലിവഹദിക്, അത് നീ ഒരാൾ മാത്രമാണെങ്കിലും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകളുടെ എണ്ണം ഹഖിന് മാനദണ്ഡമല്ല. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവരൊന്നുമല്ല യഥാർത്ഥത്തിൽ ഹക്കിന്റെ ആളുകൾ. അല്ലെങ്കിൽ ചില ആളുകൾ പറയും അനുഭവങ്ങളാണ് നമ്മുടെ തെളിവ്. അനുഭവങ്ങളുമല്ല അഹ്ലുസുന്നയുടെ തെളിവ്. അനുഭവങ്ങളല്ല അഹ്ലുസുന്നയുടെ തെളിവ്. അനുഭവങ്ങളാണ് തെളിവ് എങ്കിൽ ഏറ്റവും അധികം ആളുകൾ ഉണ്ടാവും ആർക്കാണ്? ദജ്ജാലിന്റെ അനുയായികൾക്കാണ്. ദജ്ജാൽ വരും, ആകാശത്തോട് പറയും മഴ വർഷിപ്പിക്കുക, ഭൂമിയോട് പറയും സത്യങ്ങൾ മുളപ്പിക്കുക, അതൊക്കെ അനുസരിക്കും. ഇത് കാണുമ്പോൾ ദജ്ജാലിന്റെ ആളുകൾ അധികരിക്കും. എന്നാൽ മുഅ്മിൻ എന്ത് പറയും? മാ സാദ ദാലിക ഇല്ലാ യഖീനൻ, നീ ആകാശത്തിനോട് പറഞ്ഞ് മഴ വർഷിപ്പിച്ചപ്പോഴും ഭൂമിയിൽ നിന്ന് സത്യങ്ങൾ മുളപ്പിച്ചപ്പോഴും എനിക്ക് ഉറപ്പായി നീ തന്നെയാണ് ദജ്ജാൽ. അവന്റെ കണ്ണിനെ അവൻ അവിശ്വസിക്കുകയും അവന്റെ ഈമാൻ, അവന്റെ അഖീദയെ അവൻ ബഹുമാനിക്കുകയും ചെയ്തു. ഖുർആനിനെയും സുന്നത്തിനെയും ഇജ്മാഇനെയും ബഹുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ അഖീദ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ അഖീദയാണ്, വളരെ വ്യക്തമായ അഖീദ. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഈ കാണുന്ന മറ്റുള്ള സംഘടനകൾ, മറ്റുള്ള പല വിഭാഗങ്ങൾ, അവരുടെ അഖീദയിൽ പ്രശ്നങ്ങളുണ്ട്. സമസ്തക്കാരാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് ആണെങ്കിലും അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വേറെ ചില ഹദീസ് നിഷേധികൾ, അവർ ഈ പറയുന്നത് പോലെ അശാഇറകളെ പോലെ അവരുടെ ബുദ്ധിക്കാണ് സ്ഥാനം. മാ ഉസംസം ലിമാ ശുരിബ ലഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംസം വെള്ളം അത് കുടിച്ച ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മക്കത്ത് എന്തിനാണ് ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നവർ, ഇത്രയും വൃത്തികെട്ട വാദങ്ങൾ ചോദിക്കുന്നവർ. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. വല്ലാഹി അല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളല്ല അവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്രോതസ് ഖുർആനും സുന്നത്തും ഇജ്മാഉമാണ്. ഖുർആനും സുന്നത്തും ഇജ്മാഉം. ഈ ആളുകളൊക്കെ പിഴച്ച വിശ്വാസത്തിലാണ്. അവർക്ക് നാം യഥാർത്ഥ വിശ്വാസം പറഞ്ഞു കൊടുക്കണം. മൻഹജുസ് സലഫ് അവർക്ക് നാം വിശദീകരിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ചില ഉസൂലുകളുണ്ട്.
അഹ്ലുസുന്നക്ക് സലഫികൾക്ക് ചില ഉസൂലുകളുണ്ട്, നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ തെളിവ് ഖുർആനാണ്, സുന്നത്താണ്. മറ്റുള്ളവരിൽ നമ്മളെ വേർതിരിക്കുന്നത് എന്താണ്? സലഫു സ്വാലിഹ്യങ്ങളുടെ മാർഗം. ഈ സലഫു സ്വാലിഹ്യങ്ങളുടെ മാർഗം എവിടുന്നാ നമുക്ക് കിട്ടാം? ഇപ്പൊ വിശ്വാസ കാര്യങ്ങളിൽ എന്താണ് സഹാബത്ത് വിശ്വസിച്ചത് നമുക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ അഖീദയുമായി ബന്ധപ്പെട്ട് എന്താണ് താബിഈങ്ങളുടെ വിശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഖുർആൻ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസഈ, അബൂ ദാവൂദ്, സഹീഹ് ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ സലഫു സ്വാലിഹീങ്ങൾ, സഹാബത്ത്, അവരുടെ വിശ്വാസം എന്താണ്? താബിഈങ്ങളുടെ വിശ്വാസം എന്താണ്? അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അവിടെയാണ് യാ അഹ്ലസുന്ന നമ്മുടെ തെളിവുകളുടെ എത്രമാത്രം ബലമുള്ളതാണ്, അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ തെളിവുകൾ സംരക്ഷിച്ചതെന്നത് നമുക്ക് പഠിക്കേണ്ടത്. നമ്മുടെ തെളിവുകൾ, മുൻഗാമികളുടെ മാർഗം സനദോടുകൂടി. ഒരു സഹാബി ഒരു വാക്ക് പറഞ്ഞാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വമൻ ലം യഹ്കും ബിമാ അൻസല അല്ലാഹ് എന്ന് പറയുന്ന ആയത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം അറിയണമെങ്കിൽ ഇബ്നു അബ്ബാസിലേക്ക് എത്തുന്ന സനദോടുകൂടി ഗ്രന്ഥങ്ങൾ ഇന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമറിന്റെ അഭിപ്രായം സനദോടുകൂടി ഇബ്നു ഉമറിലേക്കുണ്ട്. സനദ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അദ്ദേഹത്തിലേക്കുള്ള പരമ്പരയോടുകൂടി ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. അഥവാ ഹദീസ് എങ്ങനെയാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ്, അവരുടെ മാർഗം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്നദായ കിതാബുകൾ എന്ന് പറയും. ഇമാം അഹ്മദിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അഹ്മദിന്റെ അസ്സുന്ന അതെടുത്തു നോക്കിയാൽ അദ്ദേഹം സനദോടെ അദ്ദേഹം പറയാണ് മുൻഗാമികളുടെ വിശ്വാസം ഇങ്ങനെയാണ്, സനദോടുകൂടി. ഇമാം അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് പറയാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞ ചില ആളുകൾ ചോദിക്കും, അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് ഇബ്നു അബ്ബാസിൽ നിന്ന് കേട്ടിട്ടില്ല, അപ്പൊ അതിന്റെ സനദ് എവിടെ? സനദോടുകൂടി. അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ സനദോടുകൂടി. അങ്ങനെ ഓരോരോ അഖീദയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലാലകായിയുടെ ശർഹുസ്സുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ വാക്ക് അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിനോട് യോജിച്ചതാണ്. വഇൻ കുൻത ലിവഹദിക്, ഒരാൾ ചോദിക്കാണ് നിങ്ങൾക്ക് എവിടുന്നത് കിട്ടി ഇബ്നു മസ്ഊദിന്റെ വാക്ക്? ആരുദ്ധരിച്ചു? ലാലകായി ഉദ്ധരിച്ചു. അതിന് ലാലക്കായി ഇബ്നു മസ്ഊദിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആരിൽ നിന്നാണ് ലാലക്കായി കേട്ടത്? അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു? ഇബ്നു മസ്ഊദിലേക്കുള്ള പരമ്പര ലാലക്കായിയുടെ ഉസൂൽ സുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ അഹ്ലുസുന്നയുടെ അഖീദ, വിശ്വാസങ്ങളിൽ സുന്നത്ത് എങ്ങനെയാണോ സംരക്ഷിക്കപ്പെട്ടത് അതുപോലെ സംരക്ഷിക്കപ്പെട്ടു. അതിനു പുറമെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരി നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിലൊരു കിതാബുണ്ട്, കിതാബു തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. തഫ്സീറുമായി ബന്ധപ്പെട്ട് തഫ്സീറിൽ ഒരായത്തിൽ സഹാബി പറഞ്ഞ വിശദീകരണം എന്താണ്? സനദോടുകൂടി ഇമാം ബുഖാരി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സനദോടുകൂടി മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായ സനദോടുകൂടി അഹ്ലസുന്ന നമ്മുടെ അഖീദ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സലഫികളെ, അത് നമുക്കുള്ള സന്തോഷ വാർത്തയാണ്. നമ്മുടെ അഖീദ അത്രയും വ്യക്തമാണ്. ഇന്നൊരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുന്ന വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പറയാ മുൻഗാമികളുടെ കിതാബുകൾ ഒക്കെ ഇവിടെ കൊണ്ടുവെക്കുക, ആ കിതാബുകൾ തുറന്നു നോക്കുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നക്കിടയിലില്ല. ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാൻ പാടില്ല എന്നത് ഏക അഭിപ്രായമാണ്. ഇങ്ങനെ ഏതൊരു മസ്അല നിങ്ങൾക്ക് വന്നാലും ആ കിതാബിലേക്ക് നിങ്ങൾ നോക്കുക. ആ കിതാബിൽ സനദോടുകൂടി സഹാബത്തിന്റെ അഭിപ്രായം എന്താണ്, താബിഈങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ വരികയും അവർ സനദ് ഒഴിവാക്കി അഹ്ലുസുന്നയുടെ അഖീദ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ദേശം എന്താണ്? സനദുള്ള കിതാബുകൾ അവിടെ സംരക്ഷിക്കപ്പെട്ടു. ഇനി ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് മുറാജഅ ചെയ്യാൻ, ഹിഫ്ള് ചെയ്യാൻ സനദ് ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കിതാബുകൾ, അതാണ് നമ്മൾ പൊതുവെ വാസിത്തിയ്യ, തഹാവിയ എന്നൊക്കെ പറയുന്നത്. അവർ ചെറിയ ചെറിയ കിതാബുകൾ എഴുതി. ലുമഅത്തുൽ ഇഅ്തിഖാദ് ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി എഴുതി. ഈ ചെറിയ കിതാബുകളിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ എന്താ മാർഗം? ഇമാം തഹാവി അഖീദ തഹാവി എഴുതി. ഇതൊക്കെ ശരിയാൻ സാധ്യതയുണ്ടോ? മനുഷ്യനാണ്, തെറ്റുപറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞ സനദുള്ള ആ കിതാബുകൾ ആ കിതാബിനോട് താരതമ്യം ചെയ്തു നോക്കുക. അതിനോട് യോജിച്ചാൽ അത് ശരിയാണ്, അതിനോട് എതിരാണെങ്കിൽ പണ്ഡിതന്മാർ പറയും അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇമാം തഹാവി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ചില പദങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് തെറ്റാണ്. എങ്ങനെയാ മനസ്സിലായത്? മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ, സലഫു സ്വാലിഹീങ്ങൾ, സഹാബത്ത്, താബിഈങ്ങൾ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇന്നത് പിഴവ് പറ്റിയതാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വാസിത്തിയയുടെ തുടക്കത്തിൽ എന്ന് പറയുന്നത് ഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തിൽ മൻസൂറ ഇലാ ഖിയാമിസ് സാഅ. ഈ ഗ്രന്ഥം അദ്ദേഹം സനദില്ലാതെയാണ് എഴുതിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. ശൈഖുൽ ഇസ്ലാമിന്റെ കാലം നിങ്ങൾക്ക് അറിയാലോ,
സൂഫികളും മറ്റുമൊക്കെ വളരെയധികം അവർക്ക് വേരോട്ടമുണ്ടായ കാലഘട്ടമാണ്. അവർ ഷെയ്ഖുൽ ഇസ്ലാമിനെ മുനാദറക്ക് വെല്ലുവിളിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ വസതിയയിൽ അഹ്ലുസുന്നയുടേതല്ലാത്ത അഖീദ ധാരാളമുണ്ട്. അദ്ദേഹം അവരോട് പറഞ്ഞു, 3 വർഷം ഞാൻ നിങ്ങൾക്ക് സമയം നൽകാം. 3 വർഷം എന്റെ ഈ കിതാബിൽ അഖീദത്തുൽ വാസിതിയയിൽ ഒരൊറ്റ വാക്ക് മുൻഗാമികൾ പറയാത്ത ഒരു വാക്ക് അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ ഞാനത് പിൻവലിക്കാൻ തയ്യാറാണ്. 3 വർഷമല്ല, ഇന്ന് ആയിരക്കണക്കിന് 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് ഒരൊറ്റ വാക്ക് ഇന്ന് വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ അഖീദ അത് സംരക്ഷിക്കപ്പെട്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ നമ്മുടെ അഖീദയുടെ സ്രോതസ് എന്താണ്? മുസ്നദായ കിതാബുകൾ, സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട കിതാബുകൾ, അതുപോലെ തന്നെ സനദില്ലാതെ ഉദ്ധരിക്കപ്പെട്ട കിതാബുകൾ. സനദില്ലാതെ ഉദ്ധരിക്കപ്പെട്ട കിതാബുകളിലെ തെറ്റുകൾ, ശരിതെറ്റുകൾ എങ്ങനെ മനസ്സിലാക്കും? സനദുള്ള കിതാബുകളുമായി അത് താരതമ്യം ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവരുടെ ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സലഫികൾ അവരുടെ ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, സലഫികളുടെ ദഅവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത തൗഹീദാണ്. അവർ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ അയക്കുമ്പോൾ പറഞ്ഞ എന്താ? താങ്കൾ അവിടെ എത്തിയ ഉടൻ അവരോട് പറയുക, ഫല്യകുൻ അവ്വൽ മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ പക്കലെത്തിയാൽ ഒന്നാമതായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനാണ്. ഇത് സലഫി ദഅവത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സലഫി ദഅവത്തിന്റെ പ്രത്യേകത. അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞ എന്താ? അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കൽപ്പന, ഷിർക്കിൽ നിന്ന് ജനങ്ങളെ തടയാനുള്ള കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങി മക്കയിൽ ആ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് പറഞ്ഞ എന്താ? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ എന്താ? ലഅനതുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. ജൂത നസാറാക്കളിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി അവർക്ക് ഇബാദത്തുകൾ നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പ് അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ ഫഇന്നി അൻഹാകും അൻ ദാലിക്. ജൂത നസാറാക്കൾ അവരുടെ ഔലിയാക്കളുടെ അംബിയാക്കളുടെ ഖബറുകൾ മസ്ജിദുകളായി സ്വീകരിക്കാറുണ്ട്, ഞാൻ നിങ്ങളെ അതിനെ തൊട്ട് വിലക്കുന്നു. അപ്പോൾ നമ്മുടെ ദഅവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് സഹോദരങ്ങളെ? തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ തൗഹീദാണ്. എന്നാൽ തൗഹീദിലേക്കുള്ള സംഘടന എന്ന് പറഞ്ഞ ചില സംഘടനകൾ മോഡേൺ ദഅവത്തുമായി നടക്കുമ്പോൾ യഥാർത്ഥ സലഫിയ്യത്ത് തൗഹീദായിരിക്കെ ആ തൗഹീദ് വേണ്ടതുപോലെ പറയുന്നില്ല എങ്കിൽ അതെന്ത് സലഫിയ്യത്താണ്? അതുകൊണ്ട് നമ്മുടെ ദഅവത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്താ? തൗഹീദിനാണ്. ആളുകൾക്ക് തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകളോട് തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിലാണ് നമുക്ക് സമാധാനം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ സ്വീകരിക്കുകയും ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകും. അവരാണ് യഥാർത്ഥ മാർഗത്തിന്റെ ആളുകൾ. നിങ്ങൾക്ക് സമാധാനം വേണോ? നിങ്ങൾ തൗഹീദ് പറയുക. ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചു വരണോ? തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മക്കൾ നന്നാകണോ? അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ സന്താനങ്ങൾ നന്നാകണമെങ്കിൽ, നിങ്ങളുടെ ഭാര്യ നന്നാകണമെങ്കിൽ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. തൗഹീദ് മനസ്സിൽ ഉറച്ചു നിന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാ? സഹാബത്താണ്. അവർ വ്യഭിചരിക്കുന്നവരായിരുന്നു, അവർ കള്ളു കുടിക്കുന്നവരായിരുന്നു, അവർ പലിശക്ക് കൊടുക്കുന്നവരായിരുന്നു, അവർ വൃത്തികെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ തൗഹീദ് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ജീവിതം മാറി. തൗഹീദാണ് സഹോദരങ്ങളെ നമ്മുടെ ഒന്നാമത്തെ നാം പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം. അതങ്ങനെ തന്നെ ആയിരിക്കണം. മറ്റുള്ളവർക്ക് നാം പറഞ്ഞു കൊടുക്കുക. യാ അഹ്ലസ് സുന്നഹ് യാ അഹ്ലത് തൗഹീദ്. നാം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മെ കുറിച്ച് പറയണം, ഇവർക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പറയണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു മുഫ്തി മസ്ജിദ് നബവിയിൽ വന്നപ്പോൾ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അവിടുന്ന് തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ 40-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴും ഇയാൾ പറയുന്നത് തൗഹീദാണ്, ഇന്നും തൗഹീദാണ്, കുറ്റം പറഞ്ഞതാണ്. ഞാൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാണ് നാം ഉദ്ദേശിക്കുന്നത്. തൗഹീദിന്റെ പേരിൽ അവർ നമ്മെ കുറ്റം പറയണം.
തൗഹീദ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങൾ ആരാധന അള്ളാഹുവിന് മാത്രം കൊടുക്കണം. ആരാധന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നാം നൽകണം. അതാണ് നമുക്ക് ഇസ്സത്തിനുള്ള മാർഗം. നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയ കേരളക്കരയിൽ മുസ്ലിമുകൾക്കുണ്ടായ ഇസ്സത്ത് എന്താണ്? എവിടെയും പരിപാടികൾ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, മോഡേൺ ദഅവത്തുകളല്ല, മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കും തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആവർത്തിച്ച് തൗഹീദ് പറഞ്ഞു. അന്ന് മുസ്ലിങ്ങൾക്കിടയിൽ നല്ല ഒത്തൊരുമയുണ്ടായിരുന്നു, ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തൗഹീദുള്ള ആളുകൾ അധികരിച്ചു. ആളുകൾക്ക് തൗഹീദിനോട് ഇഷ്ടം കൂടി. കാരണം എവിടെ നോക്കിയാലും തൗഹീദിന്റെ പരിപാടികൾ, തൗഹീദിന്റെ ദർസുകൾ, ആ രൂപത്തിൽ ആ മജ്ദ് സഹോദരങ്ങളെ നാം വീണ്ടെടുക്കണം. തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ നാം അടങ്ങിപ്പോയാൽ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്, സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അവർക്ക് ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം തൗഹീദിനെ കുറിച്ചുള്ള അധ്യാപനമാണ്. തൗഹീദ് ഇല്ലാതെ അവർ മരിച്ചാൽ അവരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫി ദഅവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. തൗഹീദ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ബിദ്അത്തിൽ നിന്ന് ആളുകളെ അകറ്റുകയും ചെയ്യുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വഹാബികളെ ചീത്ത പറയുമ്പോൾ എപ്പോഴും പറയുന്നത് വലിയ താടിയും നെര്യാണിക്ക് മുകളിൽ പാന്റും? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഇത് ചെയ്യുന്നവർ ഇവിടെ വേറെ ആരാ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ സമസ്തയുടെ വിഭാഗങ്ങൾ, അവർ താടിയുടെ വിഷയത്തിൽ ഈ വഹാബികൾ എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെടുന്നവർ ശ്രദ്ധിക്കുന്നത് പോലെ താടി അവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ താടി വെച്ചാൽ അവനെ നോക്കുമ്പോൾ പറയും അവൻ മുജാഹിദാരനാണ് അല്ലെങ്കിൽ വഹാബിയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയം, അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ അഖീദ മൊത്തത്തിൽ ഫാസിദാണ്, ബാത്തിലാണ്. അവർ സുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത കുറെ കഥകളിലേക്കും ഇല്ലാത്ത കുറെ ഫളായിലും പറഞ്ഞ് ആളുകളെ വശീകരിക്കും. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അവർക്ക് സുന്നത്തിന്റെ ചർച്ചകൾ അവർക്കില്ല. ഈ സുന്നത്തിന്റെ ചർച്ച അല്ലെങ്കിൽ സുന്നത്തിലേക്കുള്ള ജനങ്ങളെ ക്ഷണിക്കൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആരാ അത് ചെയ്യുക? ഓരോരോ സഹോദരങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന സുന്നത്തുകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹയാത്താക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അതൊരിക്കലും നമ്മുടെ വീടുകളിൽ നിന്നില്ലാതായിക്കൂടാ. എല്ലാ സുന്നത്തുകളും നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, നിസ്സാരമായ കാര്യങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയുക, അവിടുത്തെ സുന്നത്താണ്. ചില ആളുകൾ ഭാര്യയെ ഫോൺ വിളിച്ചാൽ സലാം പറയില്ല, മറ്റുള്ളവരെ നാട്ടുകാരെ ഫോൺ വിളിക്കുമ്പോൾ സലാം പറയും. വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ സലാം പറയാ, ഉമ്മാനെ വിളിക്കുമ്പോൾ സലാം പറയാ, ഉപ്പയെ വിളിക്കുമ്പോൾ സലാം പറയുക, നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരോടും സലാം പറയുക. ഒരു സുന്നത്ത് നിന്റെ ജീവിതത്തിൽ ഹയാത്തായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കുട്ടി അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട ദിക്ർ എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന, ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുക. ഉറങ്ങുമ്പോൾ പറയേണ്ട ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ കുടുംബക്കാരോട് പറയുക ബിസ്മില്ലാ എന്ന് പറയാൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ ഹയാത്താക്കണം, പ്രവാചകന്റെ മാർഗം ഹയാത്താക്കണം. ബിദ്അത്തുകളെ തൊട്ട് പരിപൂർണമായി നാം മാറി നിൽക്കണം. അത് സലഫികളുടെ പ്രത്യേകതയാണ്. അതല്ലാതെ ബിദ്അത്തുകാരോട് ഒരു സോഫ്റ്റ് കോർണർ അത് നമുക്ക് പാടില്ല. അവരോട് മൃദുവായ ഒരു സമീപനം അതല്ല, മറിച്ച് സുന്നത്തിന്റെ ആളുകളോട് നമുക്ക് പ്രത്യേകം ബന്ധം വേണം. സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങളിവിടെ കൊണ്ടുവച്ചോ. ആ ഗ്രന്ഥങ്ങളിലൊക്കെ സുന്നത്തിന്റെ പ്രാധാന്യം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തിന്റെ ആളുകളാണ് നമ്മൾ. അഹ്ലുസുന്ന എന്ന് പറയുന്നത് തന്നെ എന്താ? സുന്നത്തിന്റെ വാഹകർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സുന്നത്ത് നാം നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കാൻ പരിശ്രമിക്കണം. സുന്നത്തിന്റെ പേരിൽ പരസ്പരം നമ്മൾ സ്നേഹിക്കുക, സുന്നത്തിന്റെ പേരിൽ പരസ്പരം നമ്മൾ വെറുക്കുക. ഒരു വ്യക്തി സുന്നത്തുള്ളവനാണെങ്കിൽ, സുന്നത്ത് ചെയ്യുന്നവനാണെങ്കിൽ, അവൻ പ്രവാചകന്റെ സുന്നത്തിനോട് ഇഷ്ടമുള്ളവനാണെങ്കിൽ, അവൻ ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവനാണെങ്കിൽ, അവൻ നിന്നോട് മോശമായി പെരുമാറിയാലും നീ അവനെ സ്നേഹിക്കുക. ഒരു വ്യക്തി സുന്നത്തില്ലാത്തവനാണെങ്കിൽ, പ്രവാചകന്റെ സുന്നത്തിനെ അവഹേളിക്കുന്നവനാണെങ്കിൽ, അവൻ നിന്നോട് നല്ല രൂപത്തിൽ പെരുമാറിയാലും അവനെ നീ സ്നേഹിക്കരുത്. നിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിരിക്കണം. സുന്നത്തിന്റെ മുകളിലായിരിക്കണം വലാഉം ബറാഉം. സുന്നത്തിന്റെയും ദീനിന്റെയും മേലായിരിക്കണം വലാഉം ബറാഉം. അതല്ലാതെ നമ്മോട് നന്മ ചെയ്തവരോട് നമ്മൾ നല്ല വൃത്തിക്ക് നിൽക്കും, നമ്മോട് മോശമായി പ്രവർത്തിച്ചവരോട് നാം ദേഷ്യം കാണിക്കും. അതിന്റെ മാനദണ്ഡം എന്താ? നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സ്വയം ഇഷ്ടം. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ അവർ പരിഗണിച്ചിരുന്നത്, മുൻഗാമികൾ പരിഗണിച്ചിരുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സലഫിയത്തിന്റെ അടിസ്ഥാനം എന്താ? സുന്നത്തിന്റെ പേരിൽ ആളുകളെ സ്നേഹിക്കുക. നമ്മുടെ ഒരു സഹോദരൻ, ആ വ്യക്തി നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു, സുന്നത്തായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലില്ല. അതുപോലെ തന്നെ അദ്ദേഹം താടി നീട്ടി വളർത്തുന്നു, അദ്ദേഹം സുന്നത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളെ നമ്മൾ ഇഷ്ടപ്പെടുക. ഇനി വേറൊരു വ്യക്തി സുന്നത്തുള്ളവരാണ്, അദ്ദേഹത്തെക്കാൾ കുറച്ച് താഴെയാണെങ്കിൽ അതിനോട് ആ ഒരു ഖദർ അനുസരിച്ച് അവരോട് ഇഷ്ടം ഉണ്ടാവുക. സുന്നത്ത് കൂടുന്നതനുസരിച്ച് അവരോട് ഇഷ്ടം കൂടണം.
സുന്നത്ത് കുറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടം കുറയണം. ഇതായിരിക്കണം മാനദണ്ഡം. ദീനിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഇഷ്ടവും വെറുപ്പും. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഇഷ്ടവും നമ്മുടെ വെറുപ്പും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും വ്യക്തികളിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ അധിഷ്ഠിതമായി ആ സംഘടനയിലുള്ളവരെ ഞാൻ സ്നേഹിക്കും, അതിലില്ലാത്തവരെ ഞാൻ സ്നേഹിക്കില്ല. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവൻ, ഇന്ന ഷെയ്ഖിനെ ഇഷ്ടപ്പെടുന്നവൻ, അവരോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം, അതല്ലാത്തവരോട് എനിക്ക് താല്പര്യമില്ല എന്നത് ഇസ്ലാമിക മനഹജല്ല. അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു സമ്പ്രദായമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് സഹാബികൾക്കിടയിൽ സംസാരമുണ്ടായി. അങ്ങനെ അൻസാരിയും മുഹാജിരിയുമായ 2 സഹാബികൾ അവർ തമ്മിൽ തർക്കമായി. ഈ സമയം അൻസാരിയായ സഹാബി അൻസാരികളോട് പറഞ്ഞു, യാ ലൽ അൻസാർ. മുഹാജിരിയായ സഹാബി അവരോട് പറഞ്ഞു, യാ ലൽ മുഹാജിരീൻ. എന്ന് പറഞ്ഞാൽ, അൻസാരികളെ നിങ്ങൾ എന്നെ സഹായിക്കൂ. മുഹാജിരികൾ അവരോടും പറഞ്ഞു, മുഹാജിരികളെ നിങ്ങൾ എന്നെ സഹായിക്കൂ. ആരാണ് ഹക്കിൽ ആരാണ് ബാത്തിൽ എന്നൊന്നും നോക്കാതെ അൻസാരി ആയതിന്റെ പേരിൽ അൻസാരിയെ സഹായിക്കാനും മുഹാജിർ ആയതിന്റെ പേരിൽ മുഹാജിരിയെ സഹായിക്കാനും ഈ സഹാബികൾ പരസ്പരം വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, ദഊഹ അബി ദഅവൽ ജാഹിലിയ്യതി ഫഅന ബൈന അദ്ഹുരികും. ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കെ ജാഹിലിയ്യത്തിന്റെ തേട്ടമാണോ നിങ്ങൾ പരസ്പരം തേടുന്നത്? ദഊഹ ഫഇന്നഹ മുൻതിന. അത് നിങ്ങൾ ഒഴിവാക്കുക, അത് മോശപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുപേരാ അവർ വിളിച്ചത്? ഒന്ന് അൻസാരി, മറ്റൊന്ന് മുഹാജിരി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, ഹാദാ മിനൽ അസ്മാഇ ശർഇയ്യത്തി ശരീഫ. ഈ 2 പേരുകൾ അള്ളാഹു അംഗീകരിച്ച, ഇസ്ലാം അംഗീകരിച്ച, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പേരാണ് അൻസാരിയും മുഹാജിരിയും. പക്ഷേ അവരുപയോഗിച്ചത് വ്യക്തികൾക്ക് ഹക്ക് നോക്കാതെ പരസ്പരം സഹായിക്കാനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ജാഹിലിയ്യ സ്വഭാവം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തായതിന്റെ പേരിൽ അവനെ നമ്മൾ സഹായിക്കുക എന്നുള്ളതല്ല, അത് ജാഹിലിയ്യത്താണ്. അവൻ ഹക്ക് ചെയ്തതിന്റെ പേരിൽ അവനെ നമ്മൾ സഹായിക്കുക. അവൻ നമ്മോട് വെറുപ്പ് കാണിച്ചാലും അവൻ ഹക്കിന്റെ ആളാണെങ്കിൽ, അവൻ സുന്നിയാണെങ്കിൽ, അവൻ സലഫിയാണെങ്കിൽ അവനോട് നമ്മൾ നല്ല ബന്ധം പുലർത്തുക. അവൻ നമ്മെ വെറുപ്പിച്ചാലും അവനുമായി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതാണ് നമ്മോടുള്ള വെറുപ്പിനേക്കാളും നാം മുൻഗണന നൽകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സഹോദരങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ, ചങ്ങാതിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ സുന്നത്തിന്റെ ആളുകളെ തെരഞ്ഞെടുക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അൽ മർഉ ബിഖദനി. ഓരോരോ വ്യക്തിയും അവരുടെ സുഹൃത്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്. സുഹൃത്ത് നല്ലതാണെങ്കിൽ അവനും നല്ലതാകും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ രൂപത്തിൽ സുന്നത്തിന്റെ ആളുകളെ സ്നേഹിച്ചു. സുന്നത്തിന്റെ ആളുകൾക്ക് പ്രത്യേക സ്ഥാനം നൽകി. അവർ ഈ പണ്ഡിതന്മാരെ കുറ്റം പറയുന്നുണ്ടെങ്കിലും, ഇമാം അഹ്മദിനെ കുറ്റം പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ചില ആളുകൾ ഇമാം അഹ്മദിന്റെ അടുത്തിൽ വന്നിട്ട് പറഞ്ഞു, അയാൾ നിങ്ങളെ പറ്റി കുറ്റം പറയുന്നു, നിങ്ങളെ ചീത്ത പറയുന്നു. ഇമാം അഹ്മദ് പറഞ്ഞു, റജുലുൻ സാലിഹുൻ ഉബ്തുലിയ ബി. അദ്ദേഹം നല്ല വ്യക്തിയാണ്, പക്ഷേ എന്റെ വിഷയത്തിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതല്ലാതെ ഒരാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നെ പറ്റി കുറ്റം പറയുന്നത്, അവനും വൃത്തികെട്ടവനാണ്, അവനും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം അഹ്മദ് പറഞ്ഞു, റജുലുൻ സാലിഹ്, നല്ല വ്യക്തിയാണ്, പക്ഷേ എന്റെ വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഒരു പതിവാണ്. ഇങ്ങനെയായിരിക്കണം. സുന്നത്തിനാണ് അവർ സ്ഥാനം നൽകിയത്. ബിദ്അത്തിനോട് അവർ ശക്തമായ നിലപാടും സ്വീകരിച്ചു. ഇതിന്ന് പല ആളുകൾക്കും പറ്റുന്നൊരു പിഴവാണ്. ഇന്ന് ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ഇഖ്വകളാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും മറ്റുള്ള ജമാഅത്ത് തബ്ലീഗിന്റെ ആളുകൾ അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആളുകൾ അവരോടൊക്കെ ഒരേ സമീപനാണ്. നമുക്കിന്ന് നോക്കാനുള്ളത് എന്താ? പലരും നോക്കുന്നത് എന്താണ്? ഭൗതികമായ നേട്ടങ്ങൾ. നമ്മുടെ കച്ചവടത്തിൽ അവൻ നമ്മെ സഹായിക്കുമെങ്കിൽ അവനോട് നല്ല സ്നേഹം. നമുക്ക് അവൻ എന്തെങ്കിലും ദുനിയാവിൽ ഗുണങ്ങൾ ചെയ്യുമെങ്കിൽ അവരോട് പ്രത്യേക സ്നേഹം. ഇത് അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ഫില്ലാഹ് വഅബ്ഗദ ഫില്ലാഹ് വവാല ഫില്ലാഹ് വആദ ഫില്ലാഹ് ഫഖദ് ഇസ്തക്മല അൽ-ഈമാൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അവന്റെ മാർഗത്തിൽ വെറുക്കുക, അവന്റെ മാർഗത്തിലായിരിക്കണം പരസ്പരം ബന്ധം നിലനിർത്തുന്നതും ബന്ധം വിലക്കുന്നതും ഒഴിവാക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അവന്റെ ഈമാൻ പൂർത്തിയായി. ദുനിയാവിന്റെ പേരിലാകരുത്. യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ഒരു ബിദ്അത്തുകാരന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് നീ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ആ ബിദ്അത്തുകാരന്റെ വീട്ടിൽ നിന്നാണ്. യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് അവനോട് പറഞ്ഞു, ലഅൻ തൽഖല്ലാഹ സാനിയൻ ഫാസിഖൻ സാരിഖൻ ഖായിനൻ അഹബ്ബു ഇലയ്യ മിൻ അൻ തൽഖാഹു ബിഖൗലി ഫുലാനിൻ വഫുലാൻ. യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു, നീ അല്ലാഹുവിനെ വ്യഭിചാരിയായി, ആളുകളുടെ സമ്പാദ്യം മോഷ്ടിക്കുന്നവനായി, ആളുകളെ വഞ്ചിച്ചവനായി, വൃത്തികെട്ടവനായി നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് ഈ ബിദ്അത്തുകാരന്റെ വാക്കുകളും പേര് നീ നടത്തുന്ന അതിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാളും നല്ലത് എന്ന് യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു. ഈ വിശ്വാസങ്ങൾ, ഈ മആനികൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തുകാരോട് അഹ്ലുസുന്നയുടെ നിലപാട് അവരിൽ നിന്ന് മാറി നിൽക്കുക, അവരെ നാം ഒഴിവാക്കുക.
അവരെ നാം ഒഴിവാക്കുക. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, മൻ അള്ളമ സാഹിബ ബിദ്അ ഫഖദ് അആന ഹദ്മൽ ഇസ്ലാം. ആരെങ്കിലും ബിദ്അത്തുകാരെ ബഹുമാനിച്ചാൽ അവൻ ദീന് തകർക്കാൻ വേണ്ടി സഹായിച്ചവനാണ്. ഇതൊക്കെ സലഫുസ് സാലിഹീൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? പ്രധാന കാരണം എന്താണ്? ഒരു ബിദ്അത്തുകാരനുമായി നിങ്ങൾ അവന്റെ കൂടെ പോയാൽ അവന്റെ ആ ബിദ്അത്ത് നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കും. നിങ്ങളെ അവൻ നയിക്കുന്നത് ളലാലത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. അബൂ ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദത്തുസ് സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ പറയുന്നു, ഇത്തഫഖു അലൽ ഖൗലി ബിഖഹ്രി അഹ്ലിൽ ബിദ്അ വത്തബാഉദി മിൻഹും വഇബആദിഹിം വമിൻ മുസാഹബതിഹിം വമുആശറതിഹിം വത്തഖർറുബി ഇലല്ലാഹി ബിമുജാനബതിഹിം വമുഹാജറതിഹിം. മുൻഗാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് ബിദ്അത്തുകാരെ അകറ്റി നിർത്തണം, അവരുടെ മാർഗത്തിൽ നിന്ന് ആളുകളെ അകറ്റണം, അവരുമായി ബന്ധമുണ്ടാകരുത്. അത് നിങ്ങൾ ചെയ്താൽ അതൊരു ഇബാദത്താണ്. നീ ബിദ്അത്തുകാരനുമായി ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് തന്നെ ഇബാദത്താണ്. ഒരു ഖുറാഫി അല്ലെങ്കിൽ ഒരു ബിദ്അത്തുകാരൻ, ഒരു ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ഒരുത്തൻ അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിൽപ്പെട്ടവൻ, അവനുമായി നിന്റെ അടിസ്ഥാന ബന്ധം എന്താണ്? അവനെ നീ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവന്റെ കൂടെ സഹവസിക്കരുത്. നീ സഹവസിക്കുന്നത് ആരോടായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നീ ലാ യഅകുൽ മാ ലക ഇല്ലാ തഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നീ സഹവസിക്കുന്നത് മുത്തഖിയായ ആളുകളുമായിട്ടായിരിക്കണം, അല്ലാഹുവെ ബഹുമാനിക്കുന്നവൻ. നബിയുടെ ഹദീസ് നിഷേധിക്കുന്നവനുമായി നീ എന്തിനാണ് സഹവസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഉപ്പയെ മർദ്ദിച്ച ഒരുത്തൻ, ഉപ്പയെ ചീത്ത പറഞ്ഞ ഒരുത്തൻ, അവരോട് നീ സഹവസിക്കുവോ? നമ്മുടെ ഉപ്പ എപ്പം കാണുമ്പോൾ ഉപ്പയെ ചീത്ത പറയുന്നു, അവന്റെ കൂടെ നമ്മൾ നടക്കുവോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനെ തള്ളുന്നവനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊണ്ട് നടക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ദീനിനോടൊരു തഅളീം ഉണ്ടാകണം, അള്ളാഹുവിനോടൊരു ബഹുമാനം ഉണ്ടാകണം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ നാം ബഹുമാനം കൊടുക്കേണ്ടത് ദീനി വിഷയങ്ങൾക്കാണ് ആയിരിക്കണം. ഇബ്നു ബത്താ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഇബാനയിൽ സലഫുകളുടെ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട് ബിദ്അത്തുകാരെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ. മനസ്സിലായോ? അപ്പോൾ അഹ്ലുസുന്നയുടെ സലഫികളുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് ബിദ്അത്തുകാരെ ഒഴിവാക്കുക എന്നുള്ളത്. അതിനർത്ഥം ബിദ്അത്തുകാർക്ക് നമ്മൾ ഹക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നല്ല. നിങ്ങൾ വ്യക്തമായി രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അടിസ്ഥാനം ബിദ്അത്തുകാരെ നമ്മൾ ഒഴിവാക്കുക. ഇനി ഒരു വ്യക്തിക്ക് ബിദ്അത്തുകാരനോട് ഹക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. ഷെയ്ഖ് റബീഅ ഹഫിളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, നല്ല രൂപത്തിൽ നിങ്ങൾ അവർക്ക് ഹക്ക് എത്തിച്ചു കൊടുക്കണം. അതിൽ നിങ്ങൾ ഒരു മയവും കാണിക്കാൻ പാടില്ല. അവരോട് നല്ല രൂപത്തിൽ പെരുമാറാം, ആ വിഷയം അവരിലേക്ക് എത്തിക്കാൻ. അതല്ലാതെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ യാ ഫാജിർ, യാ ളാലിം എന്ന് വിളിച്ചാൽ അവർ സംസാരം കേൾക്കില്ല. വൃത്തികെട്ടവനെ എന്ന് വിളിച്ച് അവരോട് സംസാരിച്ച സംസാരം കേൾക്കില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ദീൻ സുരക്ഷിതമാക്കാൻ നമ്മൾ അവരോട് സഹവസിക്കാതിരിക്കുക. രണ്ടാമത്തേത്, അവരെ ഹക്കിലേക്ക് വരാൻ നമുക്കതിനുള്ള കഴിവുണ്ട് എങ്കിൽ, നമുക്കതിന്റെ തെളിവുകൾ അറിയുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ആ വിഷയങ്ങൾ നാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് സലഫികൾ. സലഫികളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് നമ്മൾ പറഞ്ഞു. അവരെ ഇഷ്ടപ്പെടണം, അവരോടുള്ള ഇഷ്ടം ഇബാദത്താണ്, അത് ദീനിന്റെ ഭാഗമാണ്. ഇനി ബിദ്അത്തിന്റെ ആളുകൾ, അവരോടുള്ള അടിസ്ഥാനം എന്താ? അവർ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സമസ്തക്കാർ, അവർ നമ്മോട് മുജാനബത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അവരുടെ മദ്രസകളിൽ അവർ പഠിപ്പിക്കുന്നു മുജാഹിദിനെ അടുപ്പിക്കരുത്, വഹാബികളെ അടുപ്പിക്കരുത്. പക്ഷേ നമ്മളിൽപ്പെട്ട പലരോടും അവരോട് മൃദുലമായ നിലപാടാണ് കാണിക്കുന്നത്. അത് പാടില്ല. നമ്മളാണ് ആ നിലപാട് സ്വീകരിക്കേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ. നമ്മൾ എന്ത് ബിദ്അത്താ ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതായി അവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്നാൽ അവർ ചെയ്യുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അവരോട് മുജാനബത്ത് കാണിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ മാർഗമാണ്. അതല്ല എങ്കിൽ നമ്മുടെ ദീന് നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കുക, അഹ്ലുസുന്നയിൽപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുക്കുക. അവരോടുള്ള പൊതുവായ നിലപാടും ദഅവത്തിന്റെ സാഹചര്യത്തിൽ അവരോട് സ്വീകരിക്കുന്ന നിലപാടും രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക. അവരെ നമ്മൾ ദഅവത്ത് നടത്തണം. ആ ദഅവത്തിൽ നല്ല രൂപത്തിൽ അവരോട് നമുക്ക് ദഅവത്ത് നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതുപോലെ, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. താങ്കൾ കഠിനമായ സ്വഭാവത്തിനുടമയായിരുന്നുവെങ്കിൽ ആളുകൾ താങ്കളെ വിട്ടുപോകുമായിരുന്നു. അപ്പോൾ നല്ല രൂപത്തിൽ നമുക്ക് അവരോട് ദഅവത്ത് നടത്താം. പക്ഷേ പൊതുവായി ഇപ്പൊ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള കഴിവില്ല. അവർ സംസാരിച്ചാൽ അവരുടെ ശുഭഹത്തുകൾ നമ്മുടെ മനസ്സിലിട്ട് തരും. അങ്ങനെയൊക്കെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അവരുമായി നമ്മൾ ബന്ധം വിച്ഛേദിക്കണം. ഇനി വേറൊരു കാര്യം സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അഹ്ലുസുന്നയിൽപ്പെട്ട നമ്മുടെ ചില സഹോദരങ്ങളെ കുറിച്ച് അവരെന്ത് പറയും? അവർ ബിദ്അഇകളാണെന്ന് പറയും. അഹ്ലുസുന്നയിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് അവർ പറയും അവർ ബിദ്അഇകളാണ്, മുബ്തദിഈങ്ങളാണ്. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ഒരു വ്യക്തി സുന്നിയായ സലഫിയായ ഒരു വ്യക്തി ബിദ്അത്തുകാരനാകുന്നത്?
വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അഹ്ലുസുന്നയുമായി ഒരു അഖീദയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ, അഖീദ തന്നെ ആവണമെന്നില്ല, ഒരു വിഷയത്തിൽ, മൊത്തത്തിലുള്ള ഒരു വലിയ വിഷയത്തിൽ അഹ്ലുസുന്നയുമായി ഒരു വ്യക്തി എതിരാവുകയാണ് എങ്കിൽ ആ വ്യക്തി മുബ്തദിഅാണ്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു സലഫികൾ, അഹ്ലുസുന്ന, നമ്മുടെ മൻഹജ് നമ്മൾ വ്യക്തമായി പറഞ്ഞു. എന്നാൽ അശഅരിയാക്കൾ, നമ്മൾ അവരെ കുറിച്ച് എന്ത് പറഞ്ഞു? അവർ ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും ബുദ്ധിക്ക് സ്ഥാനം നൽകുന്നു. അങ്ങനെ അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അഹ്ലുസുന്നയുമായി വലിയ വലിയ വിഷയങ്ങളിൽ അവർ വ്യത്യസ്ത അഭിപ്രായങ്ങളിലുള്ളവരാണ്. അത് കാരണത്താൽ പണ്ഡിതന്മാർ എന്ത് ചെയ്യും? തബ്ദീഅ ചെയ്യും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അബൂ സഈദ് ബിൻ കുല്ലാബിനെ തബ്ദീഅ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഹ്ലുസുന്നയുമായി പൊതുവായ വിഷയത്തിൽ എതിരാവുന്ന ആളുകളെ എന്ത് ചെയ്യും? തബ്ദീഅ ചെയ്യും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ നമ്മൾ തബ്ദീഅ ചെയ്യുന്നത് പോലെ, ജമാഅത്ത് തബ്ലീഗിനെ മുബ്തദിഅാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, ഇവിടുത്തെ സമസ്തക്കാരെ കുറിച്ച് മുബ്തദിഅാണെന്ന് പറയുന്നത് പോലെ, അതാണ് ഒന്നാമത്തെ കാര്യം. അത് വ്യക്തമാണ്. രണ്ടാമത്തേത്, തബ്ദീഅ ചെയ്യാനുള്ള മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു മസ്അല ആ മസ്അലയിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ വിഷയത്തിൽ ഒരു വ്യക്തി അഹ്ലുൽ ബിദ്അന്റെ അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അവനെ പണ്ഡിതന്മാർ തബ്ദീഅ ചെയ്യും. ശരിക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് സ്വഹാബത്തിന്റെ വിഷയത്തിലുള്ള നമ്മുടെ വിശ്വാസം, ഒരു വ്യക്തി എല്ലാ സ്വഹാബികളെയും ചീത്ത പറയാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യും? തബ്ദീഅ ചെയ്യും. അയാൾ മുബ്തദിഅാണെന്ന് പറയും. എന്താ വിഷയം? നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാരണം, അഹ്ലുസുന്നയുമായി ഒരു വിഷയത്തിൽ മൊത്തത്തിൽ അയാൾ എതിരായിരിക്കുന്നു. ഇനി ഒരു വ്യക്തി ഒരു സഹാബിയെ മാത്രം ചീത്ത പറയുന്നെന്ന് സങ്കല്പിക്കുക. അബൂ ഹുറൈറയെ മാത്രം ചീത്ത പറയുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സയ്യിദ് ഖുത്ബ് ചെയ്തതുപോലെ മുആവിയത്ത് ബിൻ അബി സുഫിയാനെ ചീത്ത പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ സഹാബിയാണ് ചീത്ത പറയുന്നത്, എല്ലാ സഹാബികളെയും അല്ല എന്ന് സങ്കല്പിക്കുക. സയ്യിദ് ഖുത്ബ് ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഒരാളെയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ സഹാബത്തിന്റെ വിഷയം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പോൾ പണ്ഡിതന്മാർ അത് കാരണത്താൽ എന്ത് ചെയ്യും? തബ്ദീഅ ചെയ്യും. അയാൾ മുബ്തദിഅാണ് എന്ന് പറയും. മനസ്സിലായോ? ഒരാൾ പറയാണ് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങുക, അവർക്കെതിരിൽ വാളുമായി യുദ്ധത്തിന് പുറപ്പെടൽ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അതൊരു മൊത്തത്തിലുള്ള വിഷയമാണോ ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമാണ്. മൊത്തത്തിലുള്ള വിഷയം എന്താ? അസ്സമഉ വത്താഅ, ഭരണാധികാരിക്കുള്ള അനുസരണം. അതിന്റെ ഒരു ഭാഗമാണ് അവർക്കെതിരിൽ പുറപ്പെടുക എന്നുള്ളത്. ഒരു മസ്അലയാണ്. ആ ഒരു മസ്അല അഹ്ലുസുന്നയും ഖവാരിജുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള മസ്അലയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരെങ്കിലും എതിരായാൽ അയാൾ എന്ത് ചെയ്യും? തബ്ദീഅ ചെയ്യും. അതല്ലാതെ ഒരു മസ്അല, ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് സങ്കല്പിക്കുക. അതിൽ ആരെങ്കിലും എതിരായാൽ അയാൾ എന്ത് ചെയ്യില്ല? തബ്ദീഅ ചെയ്യുകയില്ല. ഖാദി ശുറൈഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം ബൽ അജിബ്തു എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹുവിന്റെ അജബ് എന്ന് പറയുന്ന സിഫത്തിനെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മുഉൽ ഫതാവയിൽ പറയുന്നു, വഹുവ മഅ ദാലിക ഇമാമുൻ മിൻ അയിമ്മത്തിൽ മുസ്ലിമീന ബിൽ ഇത്തിഫാഖ്. അതോടൊപ്പം അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു സിഫത്ത് എതിർത്തു. പക്ഷേ ആ സിഫത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ എന്തില്ല? തർക്കമില്ല. ഇനി എല്ലാ സിഫത്തും അദ്ദേഹം എതിർത്തിട്ടുണ്ടെങ്കിലോ അദ്ദേഹം മുബ്തദിഅാണ്. എന്താണ് കാരണം? ഒന്നാമത് പറഞ്ഞ വിഷയം, മൊത്തത്തിൽ ഒരു വലിയ വിഷയത്തിൽ അഹ്ലുസുന്നയുമായി എതിരഭിപ്രായത്തിലുണ്ടായി. മനസ്സിലായോ? ഒന്നുകിൽ അഹ്ലുസുന്നയുമായി കുല്ലിയായ ഒരു മസ്അലയിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുക, അല്ലെങ്കിൽ ജുസ്ഇയായ ഭാഗികമായ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി ആ ഭാഗികമായ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഖുഫ് തടവുന്ന വിഷയം ഫിഖ്ഹിയ മസ്അലയാണല്ലോ. വുളൂ ചെയ്യുമ്പോൾ ഖുഫ് തടവാൻ പറ്റോ ഇല്ല എന്ന മസ്അല. ആ മസ്അലയിൽ ഒരാൾ എതിരഭിപ്രായം പറഞ്ഞു, തടവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുബ്തദിഅായി പരിഗണിക്കും. എന്തുകൊണ്ടാ? ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലാണ്. അപ്പോൾ ബിദ്അത്തിന്റെ ആളുകളും സുന്നത്തിന്റെ ആളുകളും പരസ്പരം അഭിപ്രായ വ്യത്യാസമായിരിക്കുന്ന വിഷയമാണെങ്കിൽ, അത് ചെറിയ മസ്അലയാണെങ്കിൽ പോലും ഒരാൾ ബിദ്അത്തുകാരോട് യോജിച്ചാൽ അയാളെ തബ്ദീഅ ചെയ്യും. അതല്ലാതെ ഏതൊരു വിഷയം ഒരാളിൽ നിന്ന് സംഭവിച്ചാലും അയാളെ തബ്ദീഅ ചെയ്യുക എന്ന് പറയുന്ന രീതി അഹ്ലുസുന്നക്കില്ല. അത് ഹദ്ദാദികളുടെ രീതിയാണ്. ചെറിയ വിഷയങ്ങൾക്ക് ആളുകളെ തബ്ദീഅ ചെയ്യുക എന്നുള്ളത് ഗുലാത്തുകളുടെ, ഹദ്ദാദികളുടെ രീതിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ചില ആളുകൾ അവലംബിക്കുന്ന രീതി. അങ്ങനെയാണെങ്കിൽ ഖാദി ശുറൈഹിന്റെ വിധി എന്താ? അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു സിഫത്ത് എതിർത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന് ഉദ്ർ കൊടുത്തു. അതുപോലെ തന്നെ ഖസ്സാബ്, അഹ്മദ് അൽ ഖസ്സാബ് ഖബറിൽ ശിക്ഷ കാലാകാലം തുടരുകയില്ല എന്ന് പറഞ്ഞു. ഖബർ ശിക്ഷ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആ ഒരു ചെറിയ ജുസ്ഇയയിൽ, എന്താണ് ജുസ്ഇയ, അത് തുടരുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഹ്ലുസുന്നയുമായി അഭിപ്രായ വ്യത്യാസത്തിലായി. അദ്ദേഹം പറഞ്ഞു തുടരില്ല. അഹ്ലുസുന്നയുടെ അഭിപ്രായം ശിക്ഷ തുടരും.
പക്ഷെ ആ വിഷയത്തിൽ ബിദ്അത്തുകാരുമായ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസം അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ബയാനു തൽബീസുൽ ജഹ്മിയയിൽ അദ്ദേഹത്തെ തബ്ദീഅ നടത്തിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ, അദ്ദേഹം ഒരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ പടച്ചത് അലാ സൂറത്തിഹി എന്ന് വന്നിട്ടുണ്ട് ഹദീസിൽ. അഹ്ലുസുന്നയുടെ വാദം അലാ സൂറത്തിഹി എന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ രൂപത്തിൽ എന്നാണ്. അള്ളാഹുവിന്റെ രൂപത്തിൽ ആ ഹദീസിന്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അഹ്ലുസുന്ന പറഞ്ഞ വാദത്തിനെതിരായി പറഞ്ഞു. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മഅ ദാലിക അദ്ദേഹം ഇമാമാണ്. ബയാനു തൽബീസുൽ ജഹ്മിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പിഴവ് സംഭവിക്കുമ്പോഴേക്ക് ഒരാളെ അഹ്ലുസുന്നയിൽ പുറത്താക്കുക എന്നുള്ള അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇമാം ദഹബി റഹിമഹുല്ലാ പറയുന്നു, അങ്ങനെ ഓരോരുത്തരെയും പിടിച്ചു പുറത്താക്കിയാൽ ദീനിൽ ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾ സമീപകാലം ജീവിച്ചവരെ നിങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ഇതാരും ദുരുപയോഗം ചെയ്യാനല്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ നിയാഫ് ബിൻ ഖാലിദ് വഫഖഹുല്ലാ അദ്ദേഹത്തെ തബ്ദീഅ നടത്തുന്നവർ, മുഹ്സിൻ ഐദീദിനെ തബ്ദീഅ നടത്തുന്നവർ, ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ തബ്ദീഅ ചെയ്യുന്ന ഒരു മാനദണ്ഡവും ഇല്ലാതെ തബ്ദീഅ ചെയ്യുന്നവർ, അവരോട് ചോദിച്ചാൽ എന്താ പറയാ? ഇന്ന വ്യക്തിയെ തബ്ദീഅ നടത്തിയിട്ടുണ്ട്, ആ പണ്ഡിതനെ ഇന്നയാൾ അംഗീകരിച്ചിട്ടുണ്ട്, ആ അംഗീകരിച്ച ആളെ നിയാഫ് അംഗീകരിക്കുന്നു. ഇതൊക്കെയാണ് കാരണം. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഓരോരോ ജുസ്ഇ എടുത്ത് തബ്ദീഅ ചെയ്യുക എന്നുള്ളത് ഹദ്ദാദികളുടെ രീതിയാണ്. അതല്ല എങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, നിങ്ങളൊക്കെ കേട്ട ഹദീസാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാളിൽ തണൽ നൽകുമെന്ന് പറയുന്ന ഹദീസ്. ചില ഹദീസിൽ എന്തുണ്ട്? യുളില്ലുഹുല്ലാഹു ഫീ ളില്ലി, അവന്റെ തണലിൽ അള്ളാഹു ആക്കും. എന്താണ് അവന്റെ തണൽ കൊണ്ട് ഉദ്ദേശം? അർശിന്റെ തണൽ. ഇബ്നു സഅദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ ഉള്ളതുപോലെ അർശിന്റെ തണലാണ് ഉദ്ദേശം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ തണലാണ്. ഇത് അഹ്ലുസുന്നക്കില്ലാത്ത അഭിപ്രായ. ഷെയ്ഖ് ഇബ്നു ബാസിനെ ആരെങ്കിലും തബ്ദീഅ ചെയ്തിട്ടുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസിനെ തെറ്റുപറ്റി. അതല്ലാതെ ഇബ്നു ബാസ് റഹിമഹുല്ലാ അത് കാരണത്താൽ തബ്ദീഅ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയല്ല. നിങ്ങൾ കേട്ട ഒരു ഹദീസ്, ജസ്സാസയുടെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്സാസ അഥവാ ദജ്ജാലിനെ തമീമുദ്ദാരി കണ്ട ഹദീസ്, സഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു ഫിൽ ഖൽബി മിൻഹു ഷൈ, അതിനോട് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ തബ്ദീഅ നടത്തുമോ ഇവര്? അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തബ്ദീഅ നടത്തുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല. മറിച്ച് എന്ത് പറയും? ആ വിഷയത്തിൽ തെറ്റുപറ്റി, ആ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്നാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത്. അതുകൊണ്ട് അന്യായമായി തബ്ദീഅ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കാരണങ്ങളാണ്. എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ ചില ആളുകൾ ഇന്ന് തബ്ദീഅ ചെയ്യുന്നത് ഒരു കാരണവുമില്ലാതെയാണ്. ചോദിച്ചാൽ എന്താ പറയാ? കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾ ചോദിക്കുക എന്താണ് കാരണം, വ്യക്തമായി ഓരോരോ കാരണമായി ചോദിക്കുക. പലപ്പോഴും കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, തബ്ദീഇന് അഹ്ലുസുന്നക്ക് മാനദണ്ഡമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചതുപോലെ, ഷാത്തുബി വിശദീകരിച്ചതുപോലെ ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തബ്ദീഅ. അതല്ലാതെ ഒരു പിഴവ് ഒരാളിൽ നിന്ന് വരുമ്പോഴേക്ക് അയാൾ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽ ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല. എത്ര വിഷയങ്ങൾ. ഇപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട പലിശ 2 ഇനങ്ങളാണ്, റിബൽ ഫളൽ റിബൻ നസിയ. ഒരു പക്ഷേ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാകും. അതിലൊരു ഭാഗം അത് പലിശയല്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അരികിൽ പല സഹാബികളും പോയിട്ട് അത് പലിശയാണെന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നില്ല. ഇബ്നു അബ്ബാസിനെ കുറ്റം പറയാ വേണ്ടേ? എത്ര വിഷയങ്ങൾ. സ്ത്രീകൾ മുന്നിലൂടെ നടന്നാൽ നിസ്കാരം ബാത്തിലാകുമെന്ന വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് തെളിവുണ്ട്. ആയിഷ പറയുന്നു, നബി നിസ്കരിക്കുമ്പോൾ ഞാൻ മുന്നിൽ കിടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്, സ്ത്രീകൾ നടന്നാലേ നിസ്കാരം ബാത്തിലാകൂ, സ്ത്രീകൾ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ആരും മഅസൂമികളല്ല. ഷെയ്ഖുൽ ഇസ്ലാം അൽ ഫതാവ അൽ മിസ്രിയയിൽ പറഞ്ഞു, പ്രവാചകനല്ലാതെ ഈ ഉമ്മത്തിൽ ഒരാൾ മഅസൂമില്ല. തെറ്റുകൾ സംഭവിക്കും. ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് അത് അയാളെ തബ്ദീഅ ചെയ്യുക എന്നുള്ളത് ശരിയല്ല. ഒന്ന്, നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തബ്ദീഅ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, തെറ്റുകളൊന്നും സംഭവിക്കാതെ തന്നെ ചില വ്യക്തികളിൽ തഹസ്സുബ് കാണിച്ച്, ചില ആളുകളിൽ പ്രത്യേക താല്പര്യം കാണിച്ച് നമ്മുടെ പല സഹോദരങ്ങളെയും തബ്ദീഅ നടത്തുന്നത് അതൊന്നും അഹ്ലുസുന്നയുടെ രീതിയല്ല. അഹ്ലുസുന്നക്ക് അത്തരത്തിലുള്ള ഒരു രീതിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സലഫികളുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് തൗഹീദിലേക്കുള്ള ക്ഷണം, സുന്നത്തിലേക്കുള്ള ക്ഷണം, അതുപോലെ തന്നെ ബിദ്അത്തുകാരെ ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ബിദ്അത്തിനെതിരിൽ അതുപോലെ തന്നെ ഷിർക്കിനെതിരിൽ ശക്തമായ ഒരു ദഅവത്ത് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. പണ്ട് നമുക്കുണ്ടായ ദഅവത്ത് പോലെ ഇന്ന് പല ആളുകൾക്ക് അറിയാം, ദർസുകൾക്ക് വരാൻ ആളുകൾക്ക് മടിയാണ്.
എപ്പോഴും ജോലി തിരക്ക്. നിങ്ങൾ എന്തായാലും കുറച്ച് സമയങ്ങളെങ്കിലും മാറ്റിവെച്ച് ദർസുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. തൗഹീദി ദഅവത്തിന് വേണ്ടി പൊതുപ്രഭാഷണങ്ങളും മറ്റും നിങ്ങൾ നടത്തുക. പണ്ട് ഈ നാട്ടിൽ എന്താണോ നമുക്കുണ്ടായ മജ്ദ്, ആ ഇസ്സത്ത് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കണം. തൗഹീദിന്റെ പേരിൽ ആളുകളെ സ്നേഹിക്കുക, സുന്നത്തിന്റെ പേരിൽ ആളുകളെ സ്നേഹിക്കുക. സംഘടനയുടെയും വ്യക്തികളുടെയും ഏതെങ്കിലും ഷെയ്ഖിന്റെയും പേരിൽ ആളുകളെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ഹിസ്ബിയത്ത്. അതാണ് കാഫിരീങ്ങളുടെ രീതി. വലാ തകൂനു മിനൽ മുശ്രികീൻ മിനൽ ലദീന ഫറഖു ദീനഹും വകാനു ശിയഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ദീനിനെ ഭിന്നിപ്പിച്ച് ഓരോരുത്തരും തങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവരോട് മാത്രം സന്തോഷം കാണിക്കുന്ന അവസ്ഥ, അത് കാഫിരീങ്ങളുടെ രീതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സഹകരിക്കുക, ദീനിന്റെ പേരിൽ പരസ്പരം സഹകരിക്കുക. തൗഹീദ് പറയാൻ നാം പരസ്പരം സഹകരിച്ചുകൊണ്ടേയിരിക്കുക. വിദഅത്തുകാരെ നാം ഒഴിവാക്കുക, സുന്നത്തിന്റെ ആളുകളെ നാം അടുപ്പിക്കുക. ഇങ്ങനെ ഒരു ദഅവത്ത് നമുക്കിടയിൽ ഉണ്ടാക്കണം. അങ്ങനെയായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഉലമാക്കൾ. ഏതൊരു ബിദ്അത്ത് വന്നാലും അതിനെതിരിൽ അവർ ശക്തമായി നിന്നു. ഒരൊറ്റ പണ്ഡിതന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാ. അദ്ദേഹം സയ്യിദ് നദീർ ഹുസൈൻ അദ്ദഹലവി റഹിമഹുല്ലയുടെ വിദ്യാർത്ഥിയാണ്. ബീഹാറിലുള്ള നദീർ ഹുസൈൻ അദ്ദഹലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണ് സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാ. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് തന്നെ രാത്രിയിൽ ഒരു ബിദ്അത്ത് വന്നാൽ രാവിലെ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മറുപടി അതിന് വന്നിട്ടുണ്ടാകും. അഹ്ലുൽ ഹദീസ് എന്ന പേരിൽ ആഴ്ചതോറും അദ്ദേഹം മാസികകൾ ഇറക്കിയിരുന്നു. അതിൽ ബിദ്അത്തുകൾക്കെതിരിൽ മറുപടി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരിൽ പറയുന്ന വാദങ്ങൾ, മിഷണറിമാർ അവരുടെ വാദങ്ങൾ, അതിന് ഓരോന്നായി അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ആര്യ സമാജത്തിന്റെ ആളുകൾ അവർ പറയുന്ന വാദങ്ങൾ അവർക്ക് മറുപടി എഴുതിക്കൊണ്ടിരുന്നു. ഷിയാക്കൾ അവരുടെ വാദങ്ങൾക്ക് മറുപടി എഴുതി, ബറൈൽവികൾ അവരുടെ വാദങ്ങൾക്ക് മറുപടി എഴുതി. ഇങ്ങനെ ഓരോരോ ബിദ്അത്തുകൾ വരുമ്പോൾ അതിനെതിരിൽ രാത്രി ബിദ്അത്ത് വന്നാൽ രാവിലെ ആകുമ്പോഴേക്ക് സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലയുടെ മറുപടി വരും. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലെ ഇമാം അലി അൽ ഹുദൈഫി ഹഫിദഹുല്ലാഹ് പറഞ്ഞു, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ദിമസ്കസിൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ജീവിച്ചത് എന്ന്. അദ്ദേഹം അത്രയും ബിദ്അത്തുകാർ തലപൊക്കിയാൽ അദ്ദേഹം അവിടെ തന്നെ അത് തീർക്കും. അദ്ദേഹം ഏറ്റവും അധികം അറിയപ്പെട്ടത് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുമായുള്ള സംവാദത്തിലാണ്. ഖാദിയാനികൾ ഇവിടെ വന്നു. ഖാദിയാനി മിർസ ഗുലാം അയാൾ നബിയാണെന്ന് വാദിച്ചു. സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന് മറുപടി എഴുതി, അവന് മറുപടി എഴുതി, തിരിച്ചു മറുപടി വന്നു, വീണ്ടും മറുപടി എഴുതി. അങ്ങനെ മറുപടി ധാരാളം തുടർന്നു പോന്നു. മറുപടികളും അതിന് മറുപടികളുമായി ധാരാളം ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു റമദാൻ മാസമായപ്പോൾ സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് റമദാനിൽ അദ്ദേഹം പുറത്തിറങ്ങാറില്ല, ഫുൾ ടൈം മസ്ജിദിലായിരിക്കും. അദ്ദേഹമാണ് മസ്ജിദിൽ ഇമാം നിൽക്കാർ. റമദാൻ മാസമായപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി അദ്ദേഹം പറഞ്ഞു, ഞാൻ സനാഉല്ലാഹി അൽ-അംറസരിയെ മുനാദറക്ക് വെല്ലുവിളിക്കുന്നു, അഥവാ ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഈ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, പക്ഷെ എനിക്ക് വഹി ലഭിച്ചു, എന്തായാലും സനാഉല്ലാഹി അൽ-അംറസരി വരികയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? റമദാനിൽ അദ്ദേഹം മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ളത് ഈ ഖാദിയാനിക്കറിയാം. ഈ വാർത്ത സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാഹ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പകരമായി ഒരാളെ നിർത്തുകയും മസ്ജിദിൽ നിന്ന് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുടെ വീട്ടിലേക്ക്, അയാളുടെ നാട്ടിലേക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മുനാദറയ്ക്ക് ഞാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി പറഞ്ഞു, ഇന്നെനിക്ക് പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. 1-2 ദിവസം ഒഴിഞ്ഞു മാറി. ഈ ദിവസം സനാഉല്ലാഹി അൽ-അംറസരി എന്ത് ചെയ്തു? ആ നാട്ടുകാർക്ക് ദഅവത്ത് നടത്തി. ആ നാട്ടുകാർ ഖാദിയാനിയുടെ വലാലത്തുകൾ മനസ്സിലാക്കി, അയാൾ കള്ളപ്രവാചകനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സനാഉല്ലാഹി അൽ-അംറസരിക്ക് ഒരു കത്തെഴുതി മിർസ ഗുലാം. അതിൽ പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു മുനാദറക്ക് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമുക്ക് മുബാഹല നടത്താമെന്ന് പറഞ്ഞു. മുബാഹല നടത്താം. ഒരിക്കലും സനാഉല്ലാഹി അൽ-അംറസരി മുബാഹല സ്വീകരിക്കുകയില്ല എന്നാണ് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി വിചാരിച്ചത്. സനാഉല്ലാഹി അൽ-അംറസരി പറഞ്ഞു, മുബാഹല എങ്കിൽ മുബാഹല. മുബാഹല എന്ന് പറഞ്ഞാൽ പരസ്പരം ശാപപ്രാർത്ഥന നടത്തുക. മുബാഹല എങ്കിൽ മുബാഹല. ഇത് സ്വീകരിച്ചപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിക്ക് വീണ്ടും പ്രയാസമായി. അപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി വീണ്ടും കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു, താങ്കളോട് മുബാഹല നടത്തരുത്, മറിച്ച് ഞങ്ങളിൽ ആരാണോ സത്യം പറയുന്നവർ അവരായിരിക്കും രണ്ടാമത് മരണപ്പെടുന്നത്, ബാത്തിലിന്റെ ആൾ ഒന്നാമത് മരണപ്പെടുമെന്ന് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി സനാഉല്ലാഹി അൽ-അംറസരി റഹിമഹുല്ലാഹ് കത്തെഴുതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അഹ്മദ് അൽ ഖാദിയാനിയുടെ വാദങ്ങൾ പ്രചരിച്ചു. ഒരു ദിവസം പല ആളുകളും ഒരുമിച്ച് കൂടി, ഖാദിയാനി അഖീദ വിശ്വസിക്കുന്ന പല ആളുകളും ആ ഖാദിയാനി അഖീദയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടിയപ്പോൾ
സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ല എഴുതിയ അഖായിദു മിർസ എന്ന് പറയുന്ന 16 പേജ് വരുന്ന ഒരു ചെറിയ ഗ്രന്ഥം അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യപ്പെട്ടു. മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുടെ ബിദ്അത്തുകൾ, അവന്റെ പിഴച്ച വാദങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന കിതാബ്, അത് വായിച്ച ഈ ആളുകളൊക്കെ ഹക്കിലേക്ക് വന്നു, തൗഹീദിലേക്ക് വന്നു, സുന്നത്ത് സ്വീകരിച്ചു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലക്ക് രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകൾ പേടിച്ചുപോയി. അദ്ദേഹം മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇവർ പറയുന്നത് പോലെ വഹി ലഭിച്ച അടിസ്ഥാനത്തിൽ ആദ്യം മരണപ്പെടുന്നത് ആരായിരിക്കും? സനാഉല്ലാഹിൽ അംറസ്സരി ആണെങ്കിൽ അത് വലാലത്താണ് എന്ന് പറഞ്ഞ് ഖാദിയാനികൾ കുട്ടിഘോഷിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയെ ആദ്യം മരിപ്പിച്ചു. എങ്ങനെയാ മരിക്കുന്നത്? ഖാദിയാനി മരിക്കുന്നത് അന്നൊരു വ്യാപകമായ രോഗം വരികയും ആ രോഗം പിടിപെട്ട് ടോയ്ലറ്റിലാണ് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി മരിക്കുന്നത്. സയ്യിദ് ഇഹ്സാൻ ഇലാഹി ലഹീർ റഹിമഹുല്ല പറയാറുണ്ട്, ഖാദിയാനികളുടെ വാദം പൊളിക്കുന്ന പ്രവർത്തനമാണ് അവർ തന്നെ ചെയ്തത്. എന്താണ്? മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി മരിച്ചത് ടോയ്ലറ്റിലാണ്, ഖബറടക്കിയത് പുറത്ത്. അമ്പിയാക്കൾ മരണപ്പെട്ടാൽ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെയാണ് അവരെ ഖബറടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാദം അവർ തന്നെ പൊളിച്ചു എന്ന് ഇഹ്സാൻ ഇലാഹി ലഹീർ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ ഉലമാക്കൾ ഇത്രയും അധികം പരിശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. ചില പണ്ഡിതന്മാർ സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി റഹിമഹുല്ല പറഞ്ഞൊരു വചനമുണ്ട്, ഇന്നല്ലാഹ അഅസ്സ ഹാദ ദീന യൗമർ റിദ്ദ ബി അബീ ബക്കർ. യൗമുർ റിദ്ദയിൽ അബൂബക്കറിലൂടെ അല്ലാഹു ദീനിനെ ശക്തി നൽകി. വയൗമൽ മിഹ്നതി ബി അഹ്മദ്, മിഹ്നയുടെ ദിവസം ഇമാം അഹ്മദിലൂടെ അല്ലാഹു ദീനിനെ നിലനിർത്തി. വയൗമൽ ഖാദിയാനിയ ബി അബുൽ വഫ, ഖാദിയാനികളുടെ ദിവസത്തിൽ അബുൽ വഫ സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലയിലൂടെ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ കുറച്ചു കാലം മുമ്പുള്ള ചരിത്രം, സയ്യിദ് നദീർ ഹുസൈൻ അദ്ദഹ്ലവിയുടെ വിദ്യാർത്ഥികൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി, ലോകത്തിന് പ്രസിദ്ധമായ സുനൻ തിർമിദിക്ക് ഏറ്റവും നല്ല ഷർഹ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, തുഹ്ഫത്തുൽ അഹ്മദി. അത് എഴുതിയത് ഇന്ത്യക്കാരനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ സനാഉല്ലാഹിൽ അംറസ്സരി ഖാദിയാനികളുമായി ഇത്രയും ശക്തമായ മുനാദറ നടത്തിയ മറ്റൊരു പണ്ഡിതനില്ല, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. ആ ഒരു മജ്ദ് സഹോദരങ്ങളെ, ആ ഒരു പ്രതാപം, ആ ഒരു ഇസ്സത്ത് നമുക്ക് തിരിച്ചെടുക്കണം. ഇന്ത്യയിൽ നമ്മൾ അത് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? സുന്നത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക, തൗഹീദിന് വേണ്ടി നാം പണിയെടുക്കുക. ഏതൊരു ബിദ്അത്ത് ഉണ്ടായാലും അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കുക. പ്രവാചകനെ കുറ്റം പറയുന്ന ഒരു വാദം ആരെങ്കിലും എഴുതി പ്രചരിപ്പിച്ചാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, അതിന്റെ താഴെ അതിന് മറുപടി പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞുകൊണ്ടൊരു വാക്ക് നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങളത് വായിച്ച് വെറുതെ ഇരിക്കോ? നിങ്ങൾ പ്രതിരോധിക്കും. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറയും, നീ പറയുന്നത് തെറ്റാണ്, ബാത്തിലാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നവൻ, അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മക്ക് വേണ്ടി നാം പ്രതിരോധിക്കുന്നതിനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കുക. قل إن كان آباؤكم وأولادكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها എന്ന ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, സന്താനങ്ങളെക്കാളൊക്കെ നിങ്ങൾ സ്ഥാനം നൽകുന്നത് റസൂലിനായിരിക്കണം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകും, വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ, നിരീശ്വരവാദികളും മറ്റും റസൂലിനെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുമ്പോൾ അത് വായിച്ചു വിടാതെ അതിന് താഴെ അതിന് മറുപടികൾ നിങ്ങൾ നൽകുക പഠിച്ചതിന് ശേഷം. ആ മറുപടി അവർക്ക് കൊള്ളുന്ന രൂപത്തിൽ അഹ്ലുസുന്നയുടെ മറുപടികൾ നിങ്ങൾ നൽകുക. സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലയുടെ മാർഗം പോലെ അദ്ദേഹം നൽകിയ മറുപടി പലപ്പോഴും അത് എതിർക്കാൻ ഒരാൾക്ക് സാധിക്കുമായിരുന്നില്ല. അത്രയും ശക്തമായ മറുപടികളാണ് നൽകിയത്. ഇങ്ങനെ തൗഹീദിന് വേണ്ടി നമ്മൾ പണിയെടുത്താൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് പറയും, നാളെ പറയും, ഒരാളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കും, ഒരു കൊല്ലം പറയും, അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും കാണാതിരിക്കുമ്പോൾ വിചാരിക്കും എത്ര കൊല്ലം ഞാൻ പറയുന്നു, ഇനി വേണ്ട, വിട്ടേക്കാം, ഭൗതികമായ കാര്യങ്ങൾക്ക് പോകും. അങ്ങനെ ആവരുത്. നമ്മൾ ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കുക, തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സുന്നത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആളുകൾ നമ്മളെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പേരിൽ പരിഹസിക്കുന്നത് വരെ, അവർ നമ്മെ എത്ര കുറ്റം പറഞ്ഞാലും സബറിന്റെ ബറക്കത്ത് സഹോദരങ്ങളെ വലുതാണ്. സബറിന്റെ ബറക്കത്ത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇന്ന് അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ ഇമാമു അഹ്ലുസുന്ന എന്ന് പറയും. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ആദ്യമായി വന്നു. കേവലം ചില വ്യക്തികളല്ല, അബ്ബാസി ഭരണകൂടത്തിലെ മഅ്മൂൻ ഭരണാധികാരി പറഞ്ഞു അതാണ് ശരി. ഇമാം അഹ്മദ് പറഞ്ഞു ശരിയല്ല. ഇമാം അഹ്മദിനെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. മഅ്മൂനിന്റെ ഭരണകൂടം കഴിഞ്ഞു, മുഅ്തസിം വന്നു. മുഅ്തസിമിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. മുഅ്തസിമിന്റെ കാലഘട്ടത്തിലും ഇമാം അഹ്മദ് പല രൂപത്തിലും അദ്ദേഹത്തെ ചാട്ടവാറടിക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണവും കഴിഞ്ഞു. വാസിഖ് വന്നു, ഇതേ അവസ്ഥ. വാസിഖിന്റെ ഭരണമായപ്പോൾ ആളുകൾ ഇമാം അഹ്മദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ ഇമാം അഹ്മദ്,
ഇന്നൽ അംറ ഖദ് അദുമ വസ്തതാൽ. ഇവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉപദ്രവം ചുരുങ്ങിയ കാലഘട്ടമല്ല, 3 ഭരണാധികാരികൾ കഴിഞ്ഞു. ഇങ്ങനെ ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്കെതിരിൽ ഇറങ്ങാൻ താങ്കൾ അനുമതി നൽകണം. ഇമാം അഹ്മദ് പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സബർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഫിത്നയുണ്ടാകും. അവർ ഇമാം അഹ്മദിനോട് പറഞ്ഞു, അവലസ്നാ ഫി ഫിത്ന, ഇപ്പോൾ നമ്മൾ ഫിത്നയിലല്ലേ? താങ്കളെ ഓരോരോ ദിവസവും ചാട്ടവാറ് കൊണ്ടടിക്കുന്നു, മുസ്ലിമീങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, ആളുകളെ ജയിലിലടക്കുന്നു, ഇതൊക്കെ ഫിത്നയല്ലേ? ഇമാം അഹ്മദ് പറഞ്ഞു, ഹാദിഹി ഫിത്നത്തുൻ ഖാസ്സ, ഇന്ന് നടക്കുന്നത് ചെറിയ ചെറിയ ഫിത്നയാണ്, ചെറിയ ഫിത്നകളാണ്. എന്നെയാണ് അവർ ദ്രോഹിക്കുന്നത്, അതുപോലുള്ള ഉലമാക്കളെയാണ് അവർ ദ്രോഹിക്കുന്നത്. ഇദാ വഖഅ അസ്സൈഫു ഫൽഫിത്നതു ആമ്മ, നിങ്ങൾ ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിയാൽ, അവിടെ ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരിൽ വാളുമായി പുറപ്പെട്ടാൽ ഫിത്നകൾ പടരും, ആളുകൾ കൊല്ലപ്പെടും, സ്ത്രീകൾ വധിക്കപ്പെടും, കുട്ടികൾ അനാഥരാക്കപ്പെടും. അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് സബർ ചെയ്തു. വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞു. അതിനുശേഷം വന്ന ഭരണാധികാരി മുതവക്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലയെ അങ്ങേയറ്റം ബഹുമാനിച്ചു. അദ്ദേഹത്തിലൂടെ അള്ളാഹു ഇസ്സത്ത് നൽകി. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇമാം അഹ്മദിനുണ്ടായ ഇസ്സത്ത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? മുതവക്കിലിന്റെ ഭരണകൂടത്തിൽ ഒരു ഖാദിയെ നിശ്ചയിക്കുമ്പോൾ ഒരു പേപ്പറിൽ ആ ഖാദിമാരുടെ പേരുകൾ എഴുതിയിട്ട് ഇമാം അഹ്മദിന്റെ അരികിലേക്ക് കൊടുത്തു ചോദിക്കും, ഇയാളെ ഖാദിയാക്കണോ? ഇമാം അഹ്മദ് പറയും, അത് സുന്നിയാണ്, ഖാദിയാക്കാം. മറ്റേയാൾ ജഹ്മിയാണ്, അവനെ ഖാദിയാക്കണ്ട. ഇന്നയാൾ മുബ്തദിയാണ്. ഈ രൂപത്തിൽ ഭരണാധികാരി തന്നോട് അഭിപ്രായം ചോദിക്കുന്ന അവസ്ഥയിലെത്തി. അതാണ് സബറിന്റെ ബറക്കത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു, വീണ്ടും ജയിലിൽ അടക്കപ്പെട്ടു, പുറത്തേക്ക് വന്നു, വീണ്ടും അദ്ദേഹം ഷാമിലേക്ക് ഈജിപ്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടു, പിന്നെ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ജയിലിലടക്കപ്പെട്ടു, വീണ്ടും പുറത്തു വന്നു, വീണ്ടും അടക്കപ്പെട്ടു. അവിടുന്ന് അദ്ദേഹം വാസസിയ എഴുതുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, തൗഹീദിലേക്കുള്ള ക്ഷണം, സുന്നത്തിലേക്കുള്ള ക്ഷണം. തന്റെ ദഅവത്ത് ആളുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ദഅവത്ത് സ്വീകരിച്ചവരെ ഭരണകൂടം ദ്രോഹിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് വിളംബരമുണ്ടായി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളോ അദ്ദേഹം എഴുതിയിരിക്കുന്ന പേജുകളോ ഉണ്ടോ എങ്കിൽ അവന് ശക്തമായ ശിക്ഷ ഭരണകൂടം നൽകുന്നതാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ സൗദി ഭരണകൂടം വന്നു. നിങ്ങൾക്കറിയാം, സൗദി ഭരണകൂടം 1ാമത് വന്നത് നഷ്ടപ്പെട്ടു, 2ാമത് വന്നു, അതും നഷ്ടപ്പെട്ടു. ഇത് 3ാമത്തെ ഭരണകൂടമാണ്, ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം. മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വന്നു. അദ്ദേഹം 2 ഉലമാക്കളെ തെരഞ്ഞെടുത്തു. ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ്. ഈ 2 ആളുകളോടും പറഞ്ഞു, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് പോകാം, എത്ര സമ്പാദ്യം വേണമെങ്കിലും ചെലവഴിക്കാം, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകൾ ഓരോന്നായി പരതിയെടുക്കണം. ആ കാലഘട്ടം വരെ ഇബ്നു തൈമിയ്യയുടെ കിതാബുകളില്ലായിരുന്നു. ഇബ്നു തൈമിയ്യയുടെ സകല കിതാബുകളും നിങ്ങൾ പരതിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 പണ്ഡിതന്മാർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു. അവിടെ നിന്ന് ഈ കിതാബുകളൊക്കെ ശേഖരിക്കുകയും ആ കിതാബുകൾ ഭരണകൂടത്തിന്റെ ചെലവിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 30 വാള്യത്തിൽ മജ്മുഉൽ ഫതാവ ക്രോഡീകരിച്ചു. മുജമ്മഉൽ മലിക് ഫഹദിൽ ഖുർആനിന്റെ കൂടെ മദീനയിൽ വെച്ച് ഇന്നും മജ്മുഉൽ ഫതാവ പ്രിന്റ് ചെയ്യപ്പെടുകയും ഫ്രീ ആയി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ഏത് വിദഅത്തുകാരന്റെ കടയിൽ നിങ്ങൾ പോയാലും അവിടെ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ വിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്ഷമിച്ചത് ചില്ലറയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ദഅവത്ത് അതിന്റെ അസർ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞതുപോലെ ഫഅമ്മാ മൻ സദ്ദഖ ബിൽ ഹുസ്ന വസനുയസ്സിറുഹു ലിൽ ഉസ്റ, സത്യസന്ധമായി പ്രവർത്തിക്കുന്നവൻ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്കുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം തൗഹീദിലേക്കുള്ള ദഅവത്ത് വർദ്ധിപ്പിക്കുക. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ ചില ദർസുകളൊക്കെ കേട്ട് നമ്മൾ വിടുന്നത് പോലെ വിടരുത്. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തൗഹീദിന് വേണ്ടി പരിശ്രമിക്കുക. പണ്ട് നമ്മുടെ പരിശ്രമം ഉണ്ടായതിനേക്കാൾ നല്ല രൂപത്തിൽ നമുക്കിടയിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ മറന്ന്, വ്യക്തിപരമായ ദേഷ്യങ്ങൾ മറന്ന് തൗഹീദിനെ ഉണർത്താൻ, സുന്നത്തിനെ ഉണർത്താൻ, ആളുകളെ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ, സുന്നത്തിന്റെ പേരിൽ ആളുകൾ ഇവർ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന രൂപത്തിൽ നമ്മെ പരിഹസിച്ചാലും നമുക്ക് പ്രശ്നമില്ല. അത്രയും നല്ല രൂപത്തിൽ തൗഹീദിന് വേണ്ടി നാം പണിയെടുക്കുക. നമ്മളെ ആളുകൾ കുറ്റം പറഞ്ഞാൽ, നമ്മെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ആളുകൾ ചീത്ത പറഞ്ഞാൽ അതിന് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല. ആ ദഅവത്തുകളൊക്കെ നിൽക്കും. തൗഹീദിന്റെ ദഅവത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ദഅവത്ത് അത് ഭൂമിയിൽ അല്ലാഹു നിലനിർത്തും. لا تزال طائفة من أمتي على الحق ظاهرين. അത് അല്ലാഹു നിലനിർത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ തൗഹീദിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, സലഫിയ്യത്തിന് വേണ്ടി നാം പണിയെടുക്കാൻ തയ്യാറാവുക.
അതൊക്കെയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? പണ്ഡിതന്മാരുമായി നല്ല ബന്ധം വെക്കുക. ഷെയ്ഖ് അബ്ദുസ്സലാം അൽ ബർജിസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂൽ ദഅവ സലഫി എന്ന കിതാബിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് അൽ ഇർതിബാത്തുൽ വസീഖ് ബിൽ ഉലമാ, ഉലമാക്കളുമായി നല്ലൊരു ബന്ധം നാം ഉണ്ടാക്കിയെടുക്കണം. നല്ല ബന്ധം. എന്തൊരു വിഷയം വന്നാലും പണ്ഡിതന്മാരിലേക്ക് മടങ്ങുന്ന രൂപത്തിൽ, ഏതൊരു തർക്കം വന്നാലും പണ്ഡിതന്മാരിലേക്ക് നാം മടക്കുക. അങ്ങനെ പണ്ഡിതന്മാരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുത്താൽ അവർ നമ്മുടെ ദീനിന്റെ മാർഗം നമുക്ക് പറഞ്ഞു തരും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസലൽ ഉലമാഇ ഫിൽ അർദ് കമസലിൻ നുജൂമി ഫിസ് സമാ യുഹ്തദാ ബിഹാ ഫി ളുലുമാതിൽ ബർരി വൽ ബഹർ. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലെയാണ് ഭൂമിയിലുള്ള പണ്ഡിതന്മാർ. അവരിലൂടെയാണ് നമുക്ക് ശരിയായ മാർഗം കണ്ടെത്താൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ മുറുകെ പിടിക്കുക, അവരുടെ മാർഗങ്ങൾ നാം മുറുകെ പിടിക്കുക. അവരാണ് ഹക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ധാരാളം പഠിച്ചതിന് ശേഷമാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നത്. എന്നിട്ടും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മുലാസിമായി അദ്ദേഹം നിൽക്കുകയും ധാരാളം ഇബ്നു തൈമിയയിൽ നിന്ന് പഠിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സലഫിയ്യത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക. ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, ഒരുവൻ ദീനീ വിഷയത്തിൽ ശരിക്ക് ചിന്തിക്കണം. ദീനീ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അവൻ പറഞ്ഞത് ശരിയാണെന്ന് സങ്കല്പിക്കുക. അവൻ അതറിയില്ലായിരുന്നു, അവൻ പറഞ്ഞത് ശരിയായി പോയതാണ്, എങ്കിലും അവൻ തെറ്റുകാരനാണ്. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഫ്തൻ നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു ഫഹുവ മജ്നൂൻ. ജനങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നവൻ വിഡ്ഢിയാണ്, ഭ്രാന്തനാണ്. ഇന്ന് ചില ആളുകൾ എങ്ങനെയാ ദീനി വിഷയത്തിൽ സംസാരിക്കുക? ആരെങ്കിലും ഇന്ന വിഷയത്തിൽ എന്താ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നേരെ മറിച്ച് ഒരാൾ വന്നിട്ട് എനിക്കൊരു അസുഖമുണ്ട്, ഏത് ഗുളിക കുടിക്കണം, എനിക്ക് തോന്നുന്നു ഇന്ന ഗുളിക കുടിച്ചോ, നീ കുടിക്കോ? കുടിക്കൂല. പക്ഷെ ദീന്റെ വിഷയത്തിൽ അലസതയാണ്. നമുക്കിന്ന് പണ്ഡിതന്മാരോട് ചോദിക്കാനുള്ള അവസരങ്ങൾ എത്രയുണ്ട്. സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയോട് ചോദിക്കാൻ വരെ നമുക്ക് അവസരങ്ങളുണ്ട്. എല്ലാവർക്കും ഓരോരുത്തർക്കും സാധിക്കുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരിലേക്ക് നമ്മുടെ വിഷയങ്ങൾ നാം അടയ്ക്കുക, അറിയാത്ത വിഷയങ്ങളിൽ സംസാരിക്കാതിരിക്കുക. അവസാനമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, പല വിഷയങ്ങളുണ്ട്, പക്ഷേ വലിയൊരു വിഷയമായതുകൊണ്ട് തന്നെ ചുരുക്കി ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അവസാനം ഈ വിഷയം കൂടി പറഞ്ഞു നിർത്താം. സലഫി ദഅവത്തിന്റെ പ്രത്യേകതയാണ് ഈ ദഅവത്ത് സഹോദരങ്ങളെ കേവലം അഖീദയിൽ മാത്രമുള്ളതല്ല. തൗഹീദ്, സുന്നത്ത് എന്ന് പറയുമ്പോൾ അഖീദയിലും വിശ്വാസ കാര്യങ്ങളിലും മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ സ്വഭാവം അത് സലഫിയത്താണ്. നമ്മുടെ നിസ്കാരം അത് സലഫിയത്താണ്. ഇമാം അബൂ ഉസ്മാൻ അസ്വാബൂനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദത്തുസ് സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ പറയുന്നു, സലഫികൾ അല്ലെങ്കിൽ ശരിയായ അഹ്ലുസുന്നയുടെ ആളുകൾ അവരെന്ത് ചെയ്യും? അവർ പരസ്പരം ഖിയാമുൽ ലൈൽ വസിയത്ത് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണമെന്ന് പറയുന്നവരായിരിക്കും. ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവം സലഫിയായിരിക്കണം. നമ്മുടെ ഖിയാമുൽ ലൈലിൽ നാം സലഫിയായിരിക്കണം. നിന്റെ സഹോദരനോടുള്ള പെരുമാറ്റത്തിൽ നീ സലഫിയായിരിക്കണം. അവൻ നിന്നോട് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാലും നീ അവന് വിട്ടുവീഴ്ച നൽകുക. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞുതരാം, വലിയൊരു പ്രോഫിറ്റ് ആണ് അതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വല്യഅഫു വല്യസ്ഫഹു, ജനങ്ങളെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും ചെയ്യുക. അതാണ് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ പ്രോഫിറ്റ് എന്താ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. നിങ്ങളോട് അതിക്രമം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാപ്പ് നൽകിയാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി നൽകും. ഏതാ നമുക്ക് വലുത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചില ആളുകൾ പറയും, അവൻ എന്നോട് ദുൽമ ചെയ്തു. ആയിക്കോട്ടെ, അവൻ നിന്നോട് ദുൽമ ചെയ്താൽ നീ അവനോട് ഇഹ്സാൻ ചെയ്യുക. അല്ലാഹു പറയുന്നു, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല മാർഗത്തിൽ നീ അവനോട് പെരുമാറുക. എന്നാൽ എന്ത് സംഭവിക്കും? ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, നിനക്കും അവനുമിടയിൽ ശത്രുതയുണ്ട് എങ്കിൽ അത് നല്ല സൗഹൃദമായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. സലഫിയത്ത് എന്ന് പറയുന്നത് അഖീദയിൽ മാത്രമല്ല, നിന്റെ ഖിയാമുൽ ലൈലിൽ നിന്റെ ഉപ്പയോടുള്ള പെരുമാറ്റം, നിന്റെ ഉമ്മയോടുള്ള പെരുമാറ്റം, നിന്റെ ഭാര്യയോടുള്ള പെരുമാറ്റം, നിന്റെ മക്കളോടുള്ള പെരുമാറ്റം, അവിടെയൊക്കെ നിന്റെ സലഫിയത്ത് വേണം. എല്ലാ വിഷയത്തിലും നമ്മുടെ സലഫിയത്ത് പ്രകടമാകണം. അത് നമ്മുടെ അഖീദയുടെ ഭാഗം തന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അഖീദത്തുൽ വാസിത്തിയയുടെ അവസാന ഭാഗത്തിൽ പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? അഹ്ലുസുന്നയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അവർ സൽ സ്വഭാവങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നമ്മോട് ബന്ധം വിച്ഛേദിച്ചവരോട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിൽ സ്വബർ ചെയ്യണമെന്ന് പരസ്പരം വസിയത്ത് ചെയ്യുന്നവരാണ്. ഇങ്ങനെ നന്മകളിൽ, എല്ലാ സൽ സ്വഭാവങ്ങളിൽ സഹകരിക്കുന്നവരാണ് യഥാർത്ഥ സലഫികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫിയത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വിഷയങ്ങളിലുള്ളതല്ല, മറിച്ച് അത് ഷാമിലായ ഒരു ദീനാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അസ്സലഫിയ്യ ഹിയൽ ഇസ്ലാം. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സലഫികളാവുക, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആളുകൾക്ക് പണം കൊടുക്കും കടമായിട്ട്. അവധി എത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആ കടം വീട്ടാനുള്ള കഴിവില്ല എങ്കിൽ ഈ കടം നൽകിയ വ്യക്തി പറയും, കുറച്ച് നമുക്ക് അവധി കൊടുക്കാം, കുറച്ച് അവധി കൊടുക്കാം, ഒരു പക്ഷേ അത് കാരണത്താൽ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കാം. ഈ വ്യക്തി ജനങ്ങളോടാണ് വിട്ടുവീഴ്ച കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞു, അവൻ എന്റെ അടിമകളോട് വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവനോട് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അവന് പാപങ്ങൾ മാപ്പാക്കി നൽകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവം. നമ്മുടെ നാവിനെ എപ്പോഴും നിയന്ത്രിക്കുക. മോശമായ വാക്കുകൾ ആളുകളോട് പറയാതിരിക്കുക. ഗീബത്ത് നമീമത്തുകൾ ആളുകളോട് പറയാതിരിക്കുക. നാം കാരണം ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക. ഈ ദുനിയാവിൽ സഹോദരങ്ങളെ എന്ത് തന്നെയാണെങ്കിലും ഒരു ദിവസം നാം മരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിജയിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ഈ രൂപത്തിൽ ശരിയായ അഖീദ സ്വീകരിച്ച് തൗഹീദിന്റെ വക്താക്കളായി, ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളായി, സുന്നത്തിന്റെ ആളുകളായി, ബിദ്അത്തിൽ നിന്ന് ശക്തമായ ആളുകളെ വിലക്കി ആളുകൾക്ക് തൗഹീദും സുന്നത്തും പറഞ്ഞു കൊടുക്കുന്ന യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്തിന്റെ വാഹകരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് യഥാർത്ഥ സലഫി മൻഹജ്. അതാണ് യഥാർത്ഥ സലഫി മൻഹജ്. ആളുകളോട് പെരുമാറുമ്പോൾ അവരിലുള്ള സലാഹ് അനുസരിച്ച് അവരോട് പെരുമാറുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്താരോട് കണിശമായി നമ്മൾ നിൽക്കണം. പക്ഷേ അവരെ ദഅവത്ത് നടത്തുമ്പോൾ നല്ല രൂപത്തിൽ അവർക്ക് ദഅവത്ത് നടത്തുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മസായിലിൽ, ഇസ്ഹാഖ് ബിൻ മൻസൂറിന്റെ മസായിലിൽ ഇമാം അഹ്മദിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇമാം അഹ്മദിനോട്, ഇന്ന വ്യക്തി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇമാം അഹ്മദ് പറഞ്ഞു, അൽഹിഖ് ബിഹി കുല്ല ബലിയ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്, എല്ലാ ഫിത്നകളും ഒരുമിച്ച് ചേർന്നവനാണ്. ഇമാം അഹ്മദിനോട് ചോദിച്ചു, അയുഹ്ജറൂൻ, അവരെ നമ്മൾ ഹജ്ർ ചെയ്യേണ്ടതുണ്ടോ? ഇമാം അഹ്മദ് പറഞ്ഞു, അഹ്ലു ഖുറാസാൻ ലാ യഖ്വൂന ബിഹിം, ഖുറാസാനിലുള്ളത് ജഹ്മിയാക്കളാണ്, അവരെ എതിർത്തുകൊണ്ട് അവരോട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടെ അതനുസരിച്ച് നിൽക്കുക. അപ്പോൾ ദഅവത്ത് ഷെയ്ഖ് സാലിഹ് അസ്സൻദി ഹഫിളഹുല്ലാഹ് അഖീദത്തുസ് സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ അതിന്റെ ശർഹിൽ അദ്ദേഹം പറഞ്ഞു, നാടനുസരിച്ച്, വ്യക്തികളനുസരിച്ച് ബിദ്അത്തുകാരോട് ഇടപഴകേണ്ട രൂപത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അടിസ്ഥാനം അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരെ ദഅവത്തിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും എല്ലാവരും ഹക്കിലാകണമെന്ന ആഗ്രഹം നമുക്കുണ്ടാവുക. നല്ല രൂപത്തിൽ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ സന്തോഷ വാർത്ത നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാം. എന്താണത്? അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, പിന്നീട് ആ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർ, സലഫി മനഹജിൽ നിലകൊണ്ട ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണാസന്നമായാൽ അവർക്ക് മലക്കുകൾ വരും. എന്നിട്ട് അവരോട് എന്ത് പറയും? അല്ലാ തഖാഫു, പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം കണ്ടുക സന്തോഷ വാർത്ത നൽകുന്നു, വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ശേഷം മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തും ഇവിടെയും നാമാണ് നിങ്ങളുടെ സ്നേഹിതന്മാർ, വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും, നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ഇതെന്താണ്? നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്കൊരുക്കുന്ന വിരുന്നാണ്. അതുകൊണ്ട് റബ്ബിന്റെ വിരുന്ന് ആഗ്രഹിക്കുന്നവരെ, സലഫികളെ, തൗഹീദിന്റെ വക്താക്കളെ, നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുക. എന്ത് ചെയ്യുമ്പോഴും റബ്ബ് കാണുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം. എന്ത് ചെയ്യുമ്പോഴും ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക. യഥാർത്ഥ സലഫി മനഹജിലേക്ക് മടങ്ങുക. വീണ്ടും ആവർത്തിക്കട്ടെ, പഴയ പോലെ തൗഹീദിന്റെ മജ്ദ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇത്ര ആളുകളുണ്ട് ഇവിടെ. നിങ്ങളൊക്കെ വിചാരിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ചങ്ങാതിമാർക്ക് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇഖ്ലാസോടുകൂടി, അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ വല്ലാഹി ആ ദഅവത്തിൽ അസറുണ്ടാകും. നമ്മുടെ ചങ്ങാതിയോട് പറയാ, യഥാർത്ഥ ഹക്ക് പറഞ്ഞു കൊടുക്കുക, അവന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ചില ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷെ ദുആ എവിടെ? നമ്മൾ അവരോട് ദുആ ചെയ്യുക. നമ്മുടെ സുജൂദിൽ അള്ളാഹു എന്റെ സ്നേഹിതന്, നമ്മുടെ കൂട്ടുകാരന് ഹിദായത്ത് നൽകണം. നമ്മളങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ തൗഹീദിന്റെ ഒരു പ്രകാശം നമ്മുടെ നാട്ടിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. സമസ്തക്കാരും ഖുറാഫികളും വളരെ മോശപ്പെട്ട വാദങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ അതിനിടയിൽ ഒരു അസറുമില്ലാതെ നമ്മുടെ ദഅവത്ത് മടങ്ങിപ്പോകരുത്. മറിച്ച് ഏറ്റവും നല്ല ഇസ്സത്തോടുകൂടി നമ്മുടെ ദഅവത്ത് തുടരുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു.
എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ഖൈറുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, എന്തെങ്കിലും തെറ്റുകളുണ്ട് എങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്ത് നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനും ഹഖിന്റെ ആളുകളായി നിലകൊള്ളാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.